ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിങ്ക്രണസ് മോട്ടറിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അതായത് ഇന്ന് സിങ്ക്രണസ് മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതേപോലെ സിങ്ക്രണസ് മെഷീൻസിൽ, അത് ആൾട്ടർനേറ്ററിലും സിങ്ക്രണസ് മോട്ടറിലുമായിട്ട് ചോദിച്ചേക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സിങ്ക്രണസ് മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ്. സാധാരണ നമുക്കറിയാം, ഒരു മോട്ടർ ആപ്ലിക്കേഷൻ മെക്കാനിക്കൽ ലോഡിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സാധാരണ എല്ലാ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് സിങ്ക്രണസ് മോട്ടറിന് വേറെയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 3 ആപ്ലിക്കേഷൻസ് ആണ് സിങ്ക്രണസ് മോട്ടറിന് വരുന്നത്. ഒന്ന് പവർ ഫാക്ടർ കറക്ഷൻ, രണ്ടാമത്തത് കോൺസ്റ്റന്റ് സ്പീഡ് കോൺസ്റ്റന്റ് ലോഡ് ഡ്രൈവിനെ ഡ്രൈവ് ചെയ്യുക, മൂന്നാമത്തത് വോൾട്ടേജ് റെഗുലേഷൻ, നമ്മുടെ ലൈനിലുള്ള വോൾട്ടേജിന് എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യാന്നൊക്കെ സിങ്ക്രണസ് മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡ് കോൺസ്റ്റന്റ് ലോഡ് ഡ്രൈവ്സ്. അതായത് നമുക്ക് സിങ്ക്രണസ് മോട്ടറിൻ്റെ പ്രത്യേകത എന്താ, സിങ്ക്രണസ് മോട്ടർ എന്താണ് കോൺസ്റ്റന്റ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ സിങ്ക്രണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ കോൺസ്റ്റന്റ് സ്പീഡ് ആവശ്യമായ ഡ്രൈവ്സിൽ, മെക്കാനിക്കൽ ഡ്രൈവ്സ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സിങ്ക്രണസ് മോട്ടർ യൂസ് ചെയ്യുന്നത്. ചില ലെയ്ത്തിലും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, സിങ്ക്രണസ് മോട്ടറാണ്. Because of the higher efficiency possible with synchronous motor, they can be employed advantageously for the loads where constant speed is required. കോൺസ്റ്റന്റ് സ്പീഡ് ആവശ്യമായ ലോഡ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, സിങ്ക്രണസ് മോട്ടറാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, ഇനി വോൾട്ടേജ് റെഗുലേഷൻ എവിടെയാണ് വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത്, അതായത് നമ്മുടെ ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിൽ, അത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ എൻഡ് വോൾട്ടേജ് എന്തായിരിക്കും, നമ്മുടെ ലോഡിനനുസരിച്ച് എന്ത് ചെയ്യും, വേരി ചെയ്യും. അതായത് ലാർജ് ഇൻഡക്റ്റീവ് ലോഡ്സ് ഒക്കെ ആണെങ്കിൽ, ആ ട്രാൻസ്മിഷൻ ലൈനിൽ ഇൻഡക്റ്റീവ് ലോഡ്സ് ഒക്കെ കൂടുതലാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, വേരി ചെയ്യും. സപ്പോസ് ഇൻഡക്റ്റീവ് ലോഡ് പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. വെൻ ആൻ ഇൻഡക്റ്റീവ് ലോഡ് ഈസ് ഡിസ്കണക്റ്റഡ് സഡൻലി, പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനുള്ള കപ്പാസിറ്റൻസ്, കാരണം ഇൻഡക്റ്റീവ് ലോഡ് നമുക്കറിയാം, ഇൻഡക്റ്റീവ് ലോഡ് എന്താണ്, ലാഗിങ് ആണ് അല്ലേ. അപ്പോൾ അതിലുള്ള കപ്പാസിറ്റൻസ് കാരണം എന്ത് സംഭവിക്കും, വോൾട്ടേജ് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. ഓക്കെ, ദാറ്റ് ഈസ് വെൻ ആൻ ഇൻഡക്റ്റീവ് ലോഡ് ഈസ് ഡിസ്കണക്റ്റഡ് സഡൻലി, the voltage tends to rise considerably above its normal value because of the line capacitance. ലൈൻ കപ്പാസിറ്റൻസ് കാരണം എന്ത് സംഭവിക്കും, നമ്മുടെ വോൾട്ടേജ് എന്താവാൻ തുടങ്ങും, പെട്ടെന്ന് ഹൈ ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിങ്ക്രണസ് മോട്ടർ വിത്ത് ഫീൽഡ് റെഗുലേറ്റർ, അതായത് എക്സൈറ്റേഷൻ വേരി ചെയ്യാൻ ആവശ്യമായ റെഗുലേറ്ററോട് കൂടിയുള്ള സിങ്ക്രണസ് മോട്ടർ ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈനിലെ എൻഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് റൈസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്? ഓക്കെ, വെൻ ദ ലൈൻ വോൾട്ടേജ് ഡിക്രീസസ് ഡ്യൂ ടു ഇൻഡക്റ്റീവ് ലോഡ് കാരണം ലൈൻ വോൾട്ടേജ് ഡിക്രീസ് ആവുന്നുണ്ടെങ്കിൽ ദ മോട്ടോർ എക്സൈറ്റേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഇൻഡക്റ്റീവ് ലോഡിലാണെങ്കിൽ ഇൻഡക്റ്റീവ് ലാഗിങ് ആകുന്ന എന്ത് സംഭവിക്കും, അണ്ടർ എക്സൈറ്റേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മോട്ടറിനെ എന്ത് ചെയ്യും, ഓവർ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ദാറ്റ് ഈസ് വെൻ ദ line voltage decreases due to inductive load, the motor excitation is increased. മോട്ടോർ എക്സൈറ്റേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് എന്ന് വെച്ചാൽ ഓവർ എക്സൈറ്റഡ് ആവും. ഓവർ എക്സൈറ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ലീഡിങ് കറണ്ടിന് അത് സപ്ലൈ ചെയ്യും. ലീഡിങ് കറണ്ട് എന്ന് വെച്ചാൽ പവർ ഫാക്ടർ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. റൈസിങ് ഇറ്റ്സ് പവർ ഫാക്ടർ വിച്ച് കോമ്പൻസേറ്റ്സ് ഫോർ ദ ലൈൻ ഡ്രോപ്പ്. അപ്പോൾ ഇൻഡക്റ്റീവ് ലോഡ് കാരണം ഉണ്ടാവുന്ന പവർ ഫാക്ടറിന് അത് എന്ത് ചെയ്യും, അത് വോൾട്ടേജ് ഡ്രോപ്പിന് അതെന്ത് ചെയ്യും, ലീഡിങ് കറണ്ട് അങ്ങോട്ട് സപ്ലൈ ചെയ്തിട്ട് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ലൈൻ ഡ്രോപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യും. അതേപോലെ ലൈൻ വോൾട്ടേജ് കൂടിയാലോ, കപ്പാസിറ്റീസ് എഫക്ട് കാരണം ലൈൻ വോൾട്ടേജ് കൂടി എന്ന് വിചാരിക്കുക. ഇഫ് ദ വോൾട്ടേജ് റൈസ് ഡ്യൂ ടു ലൈൻ കപ്പാസിറ്റി എഫക്ട്, എക്സൈറ്റേഷൻ എന്ത് ചെയ്യും, മോട്ടറിന്റെ എക്സൈറ്റേഷൻ കുറയ്ക്കും, അണ്ടർ എക്സൈറ്റഡ് ആവും. അണ്ടർ എക്സൈറ്റഡ് ആകുമ്പോൾ സംഭവിക്കും, പവർ ഫാക്ടർ ലാഗിങ് ആവും. ലാഗിങ് ആകുമ്പോൾ ലൈൻ വോൾട്ടേജ് എന്ത് ചെയ്യും, വീണ്ടും കുറഞ്ഞിട്ട് നോർമൽ വാല്യൂയിലേക്ക് തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നത്, സിങ്ക്രണസ് മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ലോങ് ട്രാൻസ്മിഷൻ ലൈനിലെ എൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സിങ്ക്രണസ് മോട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പവർ ഫാക്ടർ കറക്ഷൻ, മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് പവർ ഫാക്ടർ കറക്ഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, എന്താ, സിങ്ക്രണസ് മോട്ടർ ഓവർ എക്സൈറ്റഡ് ആകുമ്പോൾ എന്ത് സപ്ലൈ ചെയ്യും, ലീഡിങ് കറണ്ടിന് അത് സപ്ലൈ ചെയ്യും, ഡെലിവറി ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു സിസ്റ്റത്തിൽ ഇൻഡക്റ്റീവ് ലോഡ്സ് ആണ് കൂടുതലുണ്ടെങ്കിൽ, ഒരു കമ്പനി അല്ലെങ്കിൽ ഫാക്ടറിയിൽ ഇൻഡക്ഷൻ മോട്ടറാണ് കൂടുതലെങ്കിൽ അത് സംഭവിക്കും, ലാഗിങ് കറണ്ടിലാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ പവർ ഫാക്ടർ എന്ത് ചെയ്യും, ഗ്രാജുവലായിട്ട് കുറയും. ആ പവർ ഫാക്ടറിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു സിങ്ക്രണസ് മോട്ടർ വെക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതാണ് എന്തിൽ ചെയ്യുന്നത്, പവർ ഫാക്ടർ കറക്ഷനിൽ ചെയ്യുന്നത്.
They are used in powerhouses and substations in parallel to the bus bar to improve the power factor. Substationsലെ powerhousesലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗ്രോണസ് മോട്ടർ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയായിരിക്കും, പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, ഫോർ ദിസ് പർപ്പസ് ദേ ആർ റൺ വിത്തൗട്ട് മെക്കാനിക്കൽ ലോഡ് ഓൺ ദം ആൻഡ് ഓവർ എക്സൈറ്റഡ്. അതായത് സിംഗ്രോണസ് മോട്ടർ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഓവർലോഡ് ഓവർ എക്സൈറ്റഡ് ആയിരിക്കും, അതേപോലെ നോ ലോഡിലായിരിക്കും. മെക്കാനിക്കൽ ലോഡ് കണക്ട് ചെയ്യാണ്ട് ഓവർ എക്സൈറ്റഡ് സിംഗ്രോണസ് മോട്ടറാണ് എന്ത് ചെയ്യുക, നമ്മൾ കറക്കുക. In factories having a large number of induction motors or any or other power apparatus operating at lagging power factor. ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇൻഡക്ഷൻ മോട്ടോഴ്സും ലാഗിങ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ സിസ്റ്റത്തിന്റെ പവർ ഫാക്ടർ എന്ത് ചെയ്യും, ലാഗിങ് ആയിരിക്കും. അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സിംഗ്രോണസ് മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിംഗ്രോണസ് മോട്ടർ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പേര് എന്തായിരിക്കും, സിംഗ്രോണസ് മോട്ടർ എന്നല്ല, സിംഗ്രോണസ് കണ്ടൻസർ അല്ലെങ്കിൽ സിംഗ്രോണസ് കപ്പാസിറ്റർ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുക. ഓക്കെ, ദാറ്റ് ഈസ്, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ വോൾട്ടേജ് വി. ഇനീഷ്യലി നമ്മുടെ ഇൻഡക്റ്റീവ് ലോഡ് കാരണം ഇതായിരുന്നു കറണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര ആംഗിൾ 5L ആംഗിൾ എന്തായിട്ടുണ്ടായിരുന്നു, ലാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു 5L ആംഗിൾ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സിംഗ്രോണസ് മോട്ടർ കറക്കാൻ, നോ ലോഡ് സിംഗ്രോണസ് മോട്ടർ ഓവർ എക്സൈറ്റഡിൽ കറക്കാൻ വേണ്ടി പോവാണ്. അപ്പം എന്ത് സംഭവിച്ചു, നമ്മുടെ പവർ ഫാക്ടർ എന്തെന്ന് പറഞ്ഞു, ലീഡിങ് ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ലീഡിങ് പവർ ഫാക്ടർ IM എന്ന് പറയുന്ന ലീഡിങ് കറണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, 5M ആംഗിളിൽ ലീഡിങ് കറണ്ട് കിട്ടും. അപ്പോൾ റിസൾട്ടൻ്റെ വാല്യൂ എന്തായിരിക്കും, പുതിയ കറണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് IL ആയിരുന്നു ഇൻഡക്റ്റീവ് ലോഡിന്റെ. പിന്നെ നമ്മുടെ സിംഗ്രോണസ് കപ്പാസിറ്റർ കൊടുക്കുമ്പോൾ IM കിട്ടി, അതിന്റെ റിസൾട്ടന്റ് ആണ് എന്ത്, പുതിയ കറണ്ട് I എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ എത്രയായിരിക്കും, 5 ആയിരിക്കും. അതായത് നേരത്തെ 5L ഉണ്ടായ ആംഗിൾ കുറഞ്ഞിട്ട് എത്ര എത്തി, 5L ഉണ്ടായ ആംഗിൾ കുറഞ്ഞിട്ട് എത്ര എത്തി, നമ്മുടെ 5 എന്ന് പറഞ്ഞ വാല്യൂ എത്തി. ഓക്കെ, 5 കുറയുമ്പോൾ സംഭവിക്കും, നമ്മുടെ കോസ് 5L എന്ന് പറയുന്നത് ഇംപ്രൂവ് ആയിട്ട് ഇപ്പം എത്ര എത്തും, കോസ് 5ലേക്ക് എത്തും. ഓക്കെ, കോസ് 5L മാറി ഇപ്പം എന്തായി, കോസ് 5. അതായത് നമ്മുടെ പവർ ഫാക്ടർ എന്ത് ചെയ്തു, ഇമ്പ്രൂവ് ചെയ്തു. ഇതാണ് എന്തിൽ സംഭവിക്കുന്നത്, സിംഗ്രോണസ് കണ്ടൻസറിൽ സംഭവിക്കുന്നത്. ലോഡിന് പാരലായിട്ട്, ബസ് ബാറിന് പാരലായിട്ട് എന്ത് വെക്കുക, 3 ഫേസ് സിംഗ്രോണസ് മോട്ടർ നോ ലോഡിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ദ 3 ഫേസ് ലോഡ് ടേക്സ് കറണ്ട് IL അറ്റ് ലോ ലാഗിങ് പവർ ഫാക്ടർ കോസ് 5L. അപ്പോൾ ഇതാണ് 3 ഫേസ് ലോഡ് എടുക്കുന്ന കറണ്ട് IL, പവർ ഫാക്ടർ ആംഗിൾ എത്രയാണ്, 5L ആണ്. ആ സമയത്ത് ലാഗിങ് ആണ്. ഇനി സിംഗ്രോണസ് കണ്ടൻസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ദ സിംഗ്രോണസ് കണ്ടൻസർ ടേക്സ് എ കറണ്ട് IM. ഓക്കെ, സിംഗ്രോണസ് കറണ്ട് IM കറണ്ട് എടുക്കും, വിച്ച് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 5M. കാരണം ലീഡിങ് പവർ ഫാക്ടറിലാണ് IM എടുക്കുന്നത്. അപ്പോൾ 5M ആംഗിളിൽ ലീഡ് ചെയ്തിട്ട് വരും, IM വരും. പിന്നെ അത് റിസൾട്ടന്റ് കറണ്ട് 5M-ന്റെയും 5L IM-ന്റെയും IL-ന്റെയും റിസൾട്ടന്റ് കറണ്ട് I ഈസ് ദ വെക്ടർ സം ഓഫ് IM ആൻഡ് IL. IM-ന്റെയും IL-ന്റെയും വെക്ടർ സമ്മിനാണ് നമ്മൾ I എന്ന് വിളിക്കുന്നത്, വിച്ച് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആംഗിൾ 5. ഓക്കെ, നേരത്തെ 5L ഉണ്ടായത് ഇപ്പം എന്ത് സംഭവിക്കും, 5 ആയിട്ട് മാറും. അപ്പോൾ 5 ആയിരിക്കും എന്ത് കുറവ്, 5L-നേക്കാളും കുറവ്. ഓക്കെ, 5 ഈസ് ലെസ് ദാൻ 5L, ബട്ട് കോസ് 5 ഈസ് ഗ്രേറ്റർ ദാൻ 5L. കോസ് 5 ഈസ് ഗ്രേറ്റർ ദാൻ കോസ് 5L എന്ന് വെച്ചാൽ പവർ ഫാക്ടർ എന്ത് ചെയ്തു, ഇൻക്രീസ്ഡ് ഫ്രം കോസ് 5L ടു കോസ് 5. പവർ ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Synchronous generators are generally used at major bulk supply substations for power factor improvement. Power factor improvement വേണ്ടിയിട്ടാണ് സിംഗ്രോണസ് കണ്ടൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, എ സിംഗ്രോണസ് മോട്ടോർ ടേക്സ് എ ലീഡിങ് കറണ്ട് വെൻ ഓവർ എക്സൈറ്റഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്, സിംഗ്രോണസ് മോട്ടർ ഓവർ എക്സൈറ്റഡ് സമയത്ത് ലീഡിങ് കറണ്ട് ആണ് വരിക. അത് എന്തിൻ്റെ ഫംഗ്ഷനാണ്, കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷനാണ് അല്ലേ, ലീഡിങ് കറണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ കപ്പാസിറ്റർ. An overexcited synchronous motor running on no load is called synchronous condenser. Okay, synchronous condenser എന്ന് പറയുന്നത് synchronous motor ആണ്, ഓവർ എക്സൈറ്റഡ് ആണ്, നോ ലോഡ് ആയിരിക്കും. When such a machine is connected in parallel with induction motors or other devices that operate at low lagging power factor, the leading KVR supplied by the synchronous condenser neutralizes the lagging reactive KVR of the loads. Okay, അതായത് ഒരുപാട് ഇൻഡക്ഷൻ മോട്ടോഴ്സും അതുപോലെ ലോ ലാഗിങ് പവർ ഫാക്ടർ ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ സിംഗ്രോണസ് മോട്ടർ, ഓവർ എക്സൈറ്റഡ് സിംഗ്രോണസ് മോട്ടർ നോ ലോഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, അത് സിംഗ്രോണസ് കണ്ടൻസർ ലീഡിങ് KVR, ലീഡിങ് റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. അതെന്ത് ചെയ്യും, നേരത്തെ ലോഡിൽ ഉണ്ടായിരുന്ന ലാഗിങ് റിയാക്റ്റീവ് പവറിന് എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പവർ സിസ്റ്റത്തിന്റെ പവർ ഫാക്ടർ എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ആര് ചെയ്യുന്നത്, സിംഗ്രോണസ് കണ്ടൻസർ ചെയ്യുന്ന വർക്ക്. സിംഗ്രോണസ് കണ്ടൻസറിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് എക്സൈറ്റേഷൻ വേരി ചെയ്തിട്ട് ഔട്ട്പുട്ട് റിയാക്റ്റീവ് പവറിന് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വേരി ചെയ്യാൻ വേണ്ടി പറ്റും. വൈഡ് റേഞ്ചിൽ എന്ത് ചെയ്യാം, വേരി ചെയ്യാം. കാരണം എന്ത് ചെയ്താൽ മതി, എക്സൈറ്റേഷൻ വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്യാമെന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ്. നെക്സ്റ്റ്
it can operate on overload for a short time. അതായത് സപ്പോസ് ഓവർലോഡ് സംഭവിക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സിങ്ക്രണസ് കണ്ടൻസർ ആണെങ്കിൽ കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യാം, അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ സ്റ്റാറ്റിക് കപ്പാസിറ്റർ, സാധാരണ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, സ്റ്റാറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് കപ്പാസിറ്റർ നോർമൽ കപ്പാസിറ്റർ ബാങ്ക് വെക്കുക. പക്ഷേ ഇത് സിങ്ക്രണസ് റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് സിങ്ക്രണസ് കപ്പാസിറ്റർ എന്നാലും കണ്ടൻസറിനാണ് വിളിക്കുക. സ്റ്റാറ്റിക് കപ്പാസിറ്ററിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർലോഡിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷേ സിങ്ക്രണസ് കണ്ടൻസറിന് എന്ത് ചെയ്യാം, ഓവർലോഡിനെ കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൂടാണ്ട് സിങ്ക്രണസ് കണ്ടൻസറിന് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് സ്പീഡ് ലോഡിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇതാണ് എന്ത്, സിങ്ക്രണസ് കണ്ടൻസർ. ആൻഡ് അഡ്വാൻറ്റേജസ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താ, സ്റ്റാറ്റിക് കപ്പാസിറ്ററിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം സിങ്ക്രണസ് മോട്ടറാണ്, മോട്ടറിൻ്റെ കോസ്റ്റ് ഒബ്വിയസ്ലി കപ്പാസിറ്ററിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇപ്പോൾ ബിലോ 5000 kVA റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ലോവർ എഫിഷ്യൻസി, കാരണം മോട്ടർ എന്ന് വെച്ചാൽ എന്താണ്, മോട്ടർ എന്ന് പറയുന്നത് റൊട്ടേഷണൽ മെഷീനാണ്. റൊട്ടേഷൻ ആയതുകൊണ്ട് അവിടെ റൊട്ടേഷണൽ ലോസസ് ഉണ്ടാവും, അയൺ ലോസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എഫിഷ്യൻസി എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെ സിങ്ക്രണസ് കണ്ടൻസർ, സിങ്ക്രണസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, അഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിക്കണം. കാരണം സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇൻ സ്റ്റാർട്ടിങ് മോട്ടോർ നീഡ് അഡീഷണൽ സെറ്റപ്പ്. പിന്നെ എന്തൊക്കെയാണ്, മെയിൻ്റെനൻസ് ഈസ് മോർ. പിന്നെ ഒരു മെയിൻ സാധനമാണ് എന്ത്, ഫോൾട്ട് കറണ്ട് ഇൻക്രീസസ് ആസ് ഇറ്റ് ആക്ട് ആസ് എ ജനറേറ്റർ ഡ്യൂറിങ് ഫോൾട്ട്. അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ സിങ്ക്രണസ് മോട്ടർ മാറി നമ്മൾ എന്തായിട്ട് മാറും എന്ന് പറഞ്ഞു, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സിങ്ക്രണസ് മോട്ടറിൻ്റെ ഡിഫറെൻറ്റ് ഫോൾട്ട് കണ്ടീഷൻസ് വരുന്ന സമയത്ത് സിങ്ക്രണസ് മോട്ടർ അത് എന്തായിട്ട് മാറും, ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ജനറേറ്റർ വീണ്ടും ഫോൾട്ട് കറണ്ടിന് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഫോൾട്ട് കറണ്ട് ഇൻക്രീസസ് ആസ് ഇറ്റ് ആക്ട് ആസ് എ ജനറേറ്റർ ഡ്യൂറിങ് ഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സിങ്ക്രണസ് കണ്ടൻസറിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി സിങ്ക്രണസ് കണ്ടൻസറിൻ്റെ ജസ്റ്റ് ഒരു കുറച്ച് ഇക്വേഷൻ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവറിൻ്റെ. ഇപ്പോൾ ഇതാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് വി എന്ന് പറയുന്നത്. ഇനീഷ്യലി ഉണ്ടായിരുന്ന കറണ്ട് I1 അറ്റ് എ പവർ ഫാക്ടർ 5L. ഇത് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസർ ഡ്രോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, അത് ഉണ്ടാക്കുന്ന പവർ ഫാക്ടർ ആംഗിളാണ് ഇത് 5M. ഇതാണ് റിസൾട്ടൻ്റ് കറണ്ട് ടോട്ടൽ. ഓക്കെ, ടോട്ടൽ കറണ്ടാണ് ഇത്. അപ്പോൾ ഇതായിരിക്കും ഇത് ടോട്ടൽ റിയാക്റ്റീവ് പവർ. കാരണം ഇത് 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് സൈൻ ടൈം അല്ല വരുന്നത്, സൺ ടൈം വരുന്നത് റിയാക്റ്റീവ് പവർ, കോസ് ടൈം വരുന്നത് എന്തായിരിക്കും, റിയൽ പവർ ടോട്ടൽ. പിന്നെ അതേപോലെ ഇവിടെ എന്തുണ്ട്, സിങ്ക്രണസ് മോട്ടർ, സിങ്ക്രണസ് കണ്ടൻസർ ഉണ്ടാക്കുന്ന റിയാക്റ്റീവ് പവർ, സിങ്ക്രണസ് കണ്ടൻസർ ഉണ്ടാക്കുന്ന ആക്റ്റീവ് പവർ. അതേപോലെ ലോഡിൻ്റെ റിയാക്റ്റീവ് പവർ PL എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഡിൻ്റെ ആക്റ്റീവ് പവർ. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ റിയാക്റ്റീവ് പവർ, ടോട്ടൽ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, QL മൈനസ് QM, QL മൈനസ് QM. കാരണം ഇതിന് ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്, QM വരുന്നത്. അതുപോലെ PT നോക്കിയാൽ, PT എന്ന് പറഞ്ഞാൽ എന്താ, PT എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവർ, ആക്റ്റീവ് പവർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, PL പ്ലസ് PM, PL പ്ലസ് PM. ഇനി ഓരോ ട്രയാങ്കിൾ എടുത്ത് നോക്കാം. ആദ്യം QL, ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് QLൻ്റെ വാല്യൂ എന്തായിരിക്കും, ഈ ആംഗിൾ 5 ആണെങ്കിൽ, ഈ ആംഗിൾ 5 ആണെങ്കിൽ QL ഇസ് ഈക്വൽ ടു PL ടാൻ 5L, PL അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ്, PL ടാൻ 5L. അതുപോലെ QM നോക്കുക, ഈ ട്രയാങ്കിൾ എടുക്കുക. QM ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, PM ടാൻ 5M. ഓക്കെ, ഇപ്പോൾ QLും QMും കിട്ടി. ഇനി QT ഇസിക്കൽ ടോട്ടൽ QT ഇസിക്കൽ QL മൈനസ് QM എന്ന് കിട്ടി. അപ്പോൾ QLും QM ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ടും എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. PL ടാൻ 5L മൈനസ് PM ടാൻ 5M. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ Q ടോട്ടൽ എന്തായിരിക്കും, Q ടോട്ടൽ ഇസ് ഈക്വൽ ടു, ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ, ഈ ഒരു ട്രയാങ്കിൾ Q ടോട്ടൽ ഇസ് ഈക്വൽ ടു PT ടാൻ 5L 5T. ഓക്കെ, PT ടാൻ 5T. ഓക്കെ, ഇപ്പോൾ PT എന്ന് വെച്ചാൽ എന്താ, PL പ്ലസ് PM ആണല്ലോ. അപ്പോൾ PL പ്ലസ് PM ടാൻ 5T. അത് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ രണ്ട് സൈഡിൽ എന്താണ്, QT ആണുള്ളത്. രണ്ടും എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് PL ടാൻ 5L മൈനസ് PM ടാൻ 5M ഇസ് ഈക്വൽ ടു PL പ്ലസ് PM ടാൻ 5T. ഓക്കെ, ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടും. PL എന്ന് വെച്ചാൽ ലോഡിൻ്റെ ആക്റ്റീവ് പവർ, PM എന്ന് പറയുന്നത് ലോഡ് സിങ്ക്രണസ് കണ്ടൻസർ വെച്ച് കഴിഞ്ഞാലുള്ള ആക്റ്റീവ് പവർ, PL പ്ലസ് PM എന്ന് പറയുന്നത് ടോട്ടൽ പവർ, ആക്റ്റീവ് പവർ. ഓക്കെ, ദാറ്റ് ഈസ് PL ടാൻ 5L മൈനസ് PM ടാൻ 5M ഇസ് ഈക്വൽ ടു PL പ്ലസ് PM ടാൻ 5T. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും. അതിൽ PL എന്ന് പറയുന്നത് എന്താണ്, ആക്റ്റീവ് പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ്. PM എന്ന് പറഞ്ഞാൽ PM ആക്റ്റീവ് പവർ കൺസ്യൂംഡ് ബൈ ദ മോട്ടർ എന്ന് വെച്ചാൽ സിങ്ക്രണസ് കണ്ടൻസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൺസ്യൂം ചെയ്യുന്ന ആക്റ്റീവ് പവർ. 5L ലോഡ് പവർ ഫാക്ടർ ആംഗിൾ, ഇതാണ് 5L ഇനീഷ്യലി ഉണ്ടായിരുന്ന ലോഡ് പവർ ഫാക്ടർ ആംഗിൾ. 5T എന്ന് പറഞ്ഞതോ നമ്മുടെ സിങ്ക്രണസ് മോട്ടറിൻ്റെയും ലോഡിൻ്റെയും റിസൾട്ടൻ്റ്, അത് രണ്ടും വരുന്ന സമയത്തുള്ള
പവർ ഫാക്ടർ ആംഗിൾ ആണ് എന്ത് 5T. 5M എന്ന് പറഞ്ഞത് സിങ്ക്രണസ് മോട്ടോർ മാത്രം ഉണ്ടാക്കുന്ന പവർ ഫാക്ടർ ആംഗിൾ. അപ്പം നമുക്ക് ഈ റിലേഷൻ കിട്ടും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുക. PL tan phi L മൈനസ് PM tan phi M ഇസ് ഈക്വൽ ടു PL പ്ലസ് PM tan phi T. ഓക്കെ, ഇതാണ് സിങ്ക്രണസ് കണ്ടൻസർ. ഇനി നമുക്ക് പ്രീവിയസ് ആയിട്ട് സിങ്ക്രണസ് മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് കഴിഞ്ഞു. 3 ആപ്ലിക്കേഷൻസ്. ഇനി സിങ്ക്രണസ് മോട്ടറും ആൾട്ടർനേറ്റർ ജനറലി ഒന്നിച്ച് പറഞ്ഞാൽ സിങ്ക്രണസ് മെഷീൻസിൽ ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, two reaction theories used in the analysis of synchronous machine to take into the account of. അപ്പോൾ ടു റിയാക്ഷൻ തിയറി നമ്മൾ പറഞ്ഞു, ബ്ലോണ്ടൽസ് ടു റിയാക്ഷൻ തിയറി ഉണ്ട്. ആ ടു റിയാക്ഷൻ തിയറി ഏത് മെഷീനിലേക്കാണ് വരുന്നത്? സിലിണ്ടറിക്കലുണ്ട്, സാലിയൻ്റ് ഉണ്ട്. അതിൽ സാലിയൻ്റ് പോളിലാണ് എന്ത് വരുന്നത്? ടു റിയാക്ഷൻ തിയറി വരുന്നത്. കാരണം എന്താ? സാലിയൻ്റ് പോളിലാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ എയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് എന്താണ്? സാലിയൻ പോൾ മെഷീൻ്റെ എയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഇതാണ് സാലിയൻ പോൾ എങ്കിൽ ഓക്കെ, ഇതിൻ്റെ എയർ ഗ്യാപ്പ് നോക്കിയേ. ഈ ഒരു പൊസിഷനിൽ എയർ ഗ്യാപ്പ് കുറവാണ്, ഈ ഒരു പൊസിഷനിൽ എന്തായിരിക്കും? എയർ ഗ്യാപ്പ് കൂടുതലാണ്. നേരെ മറിച്ച് സിലിണ്ടറിക്കൽ ആണെങ്കിലോ, സിലിണ്ടറിക്കൽ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും എയർ ഗ്യാപ്പ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എയർ ഗ്യാപ്പ് യൂണിഫോം അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? 2 ആക്സിസ് വന്നത്. ഒന്ന് ഡി ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് വരും? ക്യൂ ആക്സിസ് വരും. നമ്മൾ ടു റിയാക്ഷൻ തിയറി ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഡി ആക്സിസ് വരുന്നുണ്ട്, ക്യൂ ആക്സിസും വരുന്നുണ്ട്. അപ്പോൾ ടു റിയാക്ഷൻ, അപ്പോൾ അവിടെയും ഒരു റിയാക്ടൻസ് ഉണ്ടാവും, ക്യൂവിൽ ഒരു റിയാക്ടൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടു റിയാക്ഷൻ തിയറി പറഞ്ഞു. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ടു റിയാക്ഷൻ തിയറിക്ക് നമ്മൾ പോകേണ്ടി വന്നത്? സാലിയൻ്റ് പോൾ മെഷീനിൽ എന്തില്ല? എയർ ഗ്യാപ്പ് യൂണിഫോം അല്ല. അതുകൊണ്ടാണ് ടു റിയാക്ഷൻ തിയറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് പോൾസ് ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഓഫ് എ സിലിണ്ടറിക്കൽ പോൾ മെഷീൻ. സിലിണ്ടറിക്കൽ പോൾ മെഷീനിലാണ് ടു റിയാക്ഷൻ തിയറി യൂസ് ചെയ്യുന്നത് ആണോ? അല്ല, സിലിണ്ടറിക്കൽ പോൾ ആണ് തെറ്റ്. രണ്ടാമത്തെ എന്താ? നോൺ യൂണിഫോമിറ്റി ഓഫ് എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഓഫ് എ സാലിയൻ്റ് പോൾ മെഷീൻ. അതല്ല റൈറ്റ് ആൻസർ. അത് സാലിയൻ്റ് പോൾ മെഷീനിലാണെങ്കിൽ എയർ ഗ്യാപ്പ് എന്തായിരിക്കും? നോട്ട് യൂണിഫോം ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? ടു റിയാക്ഷൻ തിയറിയിലേക്ക് പോകുന്നത്. അടുത്ത് നോക്കിയാൽ നോൺ യൂണിഫോം എയർ ഗ്യാപ്പ് ഓൾറെഡി ഉണ്ട്, പക്ഷെ എന്താണ്? സിലിണ്ടറിക്കൽ പോൾ മെഷീൻ എന്നാണ് ഓപ്ഷൻ തന്നേക്കുന്നത്. സിലിണ്ടറിക്കൽ പോൾ മെഷീനിൽ എയർ ഗ്യാപ്പ് എന്താണ്? യൂണിഫോം ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും. അല്ലാത്ത സാലിയൻ്റ് പോൾ മെഷീൻ എന്നാണ് തന്നത്, പക്ഷേ ആൻസർ എന്താണ്? ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് പോൾസ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ പോളിലും സ്റ്റേറ്റർ പോളിലുള്ള ഡിഫറൻസ് കാരണമല്ല എന്ത് വന്ന് നമ്മൾ ടു റിയാക്ഷൻ തിയറിയിലേക്ക് പോകുന്നത്. എന്ത് കാരണം കൊണ്ടാണ്? എയർ ഗ്യാപ്പിലുള്ള നോൺ യൂണിഫോമിറ്റി കാരണമാണ് എന്തിലേക്ക് പോകുന്നത്? ടു റിയാക്ഷൻ തിയറിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇതാണ് നമ്മൾ ടു റിയാക്ഷൻ തിയറിയുടെ കേസ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ്, cylindrical rotors. Smooth cylindrical type rotors with less diameter and large axial length are used for synchronous generators driven by. അത് സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടറാണ്. അതിനകത്ത് ഡയമീറ്റർ കുറവായിരിക്കും, ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ എന്ന് ക്ലാസ് പറഞ്ഞു എന്താ? സ്മൂത്ത് സിലിണ്ടറിക്കൽ റോട്ടറാണെങ്കിൽ ഏത് ഇതിലാണ് യൂസ് ചെയ്യുക? ഹൈ സ്പീഡ് ടർബൈൻസിലൊക്കെയാണ് യൂസ് ചെയ്യുക. ടർബോ ആൾട്ടർനേറ്റേഴ്സിലൊക്കെയാണ് സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് യൂസ് ചെയ്യുക. വാട്ടർ ടർബൈന് ലോ ആണ്, റേഡിയൽ ടർബൈന് ലോ ആണ്. ആൻസർ ചെയ്തൊരു സ്റ്റീം ടർബൈൻ ആണ് ഇത് ഹൈ സ്പീഡ് ടർബൈൻ എന്ന് പറയുന്നത്. ടർബോ ആൾട്ടർനേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടറാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ, സ്റ്റീം ടർബൈൻ. ഓക്കെ, അത് ഹൈ സ്പീഡ് ഇലക്ട്രിക്കൽ മെഷീൻ, അതായത് 1500 RPM മുതൽ 3000 RPM വരെയുള്ള സ്പീഡിന് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഇത് സിലിണ്ടറിക്കൽ റോട്ടർ ആൾട്ടർനേറ്റർ. ഓക്കെ, അപ്പോൾ സ്റ്റീം ടർബൈൻ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് മെഷീനാണ്. നമ്മളവിടെ യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ റോട്ടർ ആയിരിക്കും. നെക്സ്റ്റ് നോക്കിയാൽ, ഇഫ് ദ നമ്പർ ഓഫ് പോൾസ് ഇൻ എ സിങ്ക്രണസ് മെഷീൻ ഇസ് 6, അതായത് പി വാല്യൂ എത്രയാണ്? 6 ആണ്. നമ്പർ ഓഫ് പോൾസ് 6 ആണ്. സ്ലോട്ട് ആംഗിൾ ഓഫ് 10 ഡിഗ്രി മെക്കാനിക്കൽ, തീറ്റ എം എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ഡിഗ്രി ആണ്. വെൻ എക്സ്പ്രസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഡിഗ്രീസ്, അത് തീറ്റ ഇ ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക്കൽ ഡിഗ്രിയിൽ എത്രയാണ്? നമുക്ക് ഇക്വേഷൻ എന്താ? തീറ്റ ഇ എന്ന് വെച്ചാൽ എന്താ? P/2 ഇൻറ്റു തീറ്റ എം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. തീറ്റ ഇലക്ട്രിക്കൽ ഇസ് ഈക്വൽ ടു P/2 ഇൻറ്റു തീറ്റ എം. പി എത്രയാണ്? 6/2 ഇൻറ്റു തീറ്റ എം എത്രയാണ്? 10. 6/2 3 ഇൻറ്റു 10 എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ തീറ്റ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഇസ് തീറ്റ ഇ ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു തീറ്റ എം. ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡിഗ്രി ലെവൽ എക്സാംസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പിൽ. ഓക്കെ, ദാറ്റ് ഇസ് ഇക്വേഷൻ ഇതാണ്, P/2 ഇൻറ്റു ബീറ്റ മെക്കാനിക്കൽ. 30 ഡിഗ്രിയാണ് നമുക്ക് ആൻസർ വരിക. നെക്സ്റ്റ്, ആൻ ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മെഷീൻ ഹാസ് എ ലാഗിങ് പവർ ഫാക്ടർ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പലപ്പോഴും ട്വിസ്റ്റിംഗ് ആയിട്ട് വരുന്ന, നമ്മൾ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഇത്. An overexcited synchronous machine has a lagging power factor. Okay, overexcited machine ആണ്, അതിനകത്ത് ലാഗിങ് പവർ ഫാക്ടർ ആണുള്ളത്. ദ മെഷീൻ ഏതായിരിക്കും? മോട്ടർ ആണോ,
ജനറേറ്റർ ആണോ, ഫ്ലോട്ടിംഗ് ആണോ, ക്യാൻ ബി ജനറേറ്റിംഗ് ഒരു മോട്ടറിംഗ് ആണോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ഒരു പോയിന്റ് വെച്ചാൽ ഓവർ എക്സൈറ്റഡ്. സിങ്ക്രണസ് മെഷീൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണ് ജനറേറ്റർ ഉണ്ട്, മോട്ടർ ഉണ്ട്. എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റർ ഉണ്ട്, സിങ്ക്രണസ് മോട്ടർ ഉണ്ട്. സിങ്ക്രണസ് മോട്ടർ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്. ജനറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും, പവർ ഫാക്ടർ ലാഗിങ് ആയിരിക്കും. പവർ ഫാക്ടർ ലാഗിങ് പ്രത്യേകം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അണ്ടർ എക്സൈറ്റേഷൻ ആണെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, ലീഡിങ് ആയിരിക്കും ജനറേറ്ററിൻ്റെ കേസിൽ. നേരെ മറിച്ച് മോട്ടറിൻ്റെ കേസിൽ നേരെ റിവേഴ്സാണ് വരാം. ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും, പവർ ഫാക്ടർ ലീഡിങ് ആയിരിക്കും. ഓക്കെ, അണ്ടർ എക്സൈറ്റഡ് ആണെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, ലാഗിങ് ആയിരിക്കും. അപ്പോൾ മോട്ടർ ആണോ ജനറേറ്റർ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത്, ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മെഷീൻ ഹാസ് ലാഗിങ് പവർ ഫാക്ടർ. ഓവർ എക്സൈറ്റിങ്ങും ലാഗിങ്ങും ആണ്. അതേത് കോമ്പിനേഷനിലാണ് വരിക, ഓവർ എക്സൈറ്റഡും ലാഗിങ്ങും. ഏത് മെഷീൻ ആയിരിക്കും, ജനറേറ്ററിലാണ് വരിക. ദാറ്റ് ഈസ് ദ മെഷീൻ ഈസ് ബി, ജനറേറ്റിംഗ്. ഓക്കെ, അതാണ് കൺഫ്യൂസിംഗ് ആയിട്ട് പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സെൻറ്റൻസ് ആലോചിക്കുക. ജനറേറ്റർ ആണെങ്കിൽ ഓപ്പറേറ്റ് അറ്റ് ലീഡിംഗ് പവർ ഫാക്ടർ വെൻ അണ്ടർ എക്സൈറ്റഡ്. അണ്ടർ എക്സൈറ്റഡ് വരുമ്പോൾ ലീഡിങ് വരും, ഓവർ എക്സൈറ്റഡ് വരുമ്പോൾ ലാഗിങ് വരും ജനറേറ്ററിൻ്റെ കേസിൽ. സിങ്ക്രണസ് മോട്ടർ ആണെങ്കിലോ ഓപ്പറേറ്റ് അറ്റ് എ ലീഡിംഗ് പവർ ഫാക്ടർ ഓവർ എക്സൈറ്റഡ്. ഓവർ എക്സൈറ്റഡ് വരുമ്പോൾ ലാഗിങ് അല്ല വരുന്നത്, ഇതാണ് ലീഡിംഗ് ആണ് മോട്ടറിൻ്റെ കേസിൽ. ഓക്കെ, ഇതാണ് സിങ്ക്രണസ് കണ്ടൻസർ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചത്. സിങ്ക്രണസ് കണ്ടൻസർ ഓവർ എക്സൈറ്റഡ് വരുമ്പോൾ ലീഡിംഗ് പവർ ഫാക്ടർ സപ്ലൈ ചെയ്യും. ഇനി അണ്ടർ എക്സൈറ്റഡ് വരുമ്പോൾ എന്തായിരിക്കും, അത് ലാഗിങ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചു വെച്ചേക്കുക. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ എ സിങ്ക്രണസ് മോട്ടോർ ദ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് ആംഗിൾ ഈസ്. ഓക്കെ, ഇപ്പോൾ മാക്സിമം ടോർക്ക് എപ്പോഴാണ് കിട്ടുന്നത്, നമ്മൾ പറഞ്ഞ ഡി പി പവർ എന്ത് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഇതിൽ ചെയ്യുക, ഡി പി ബൈ ഡി ഡെൽറ്റ എന്ത് കിട്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ കിട്ടി, എന്താ ഇ വി ബൈ എക്സ് ഇൻ ടു കോസ് ഡെൽറ്റ. ഓക്കെ, മാക്സിമം വാല്യൂ എപ്പോഴുന്ന കോസിൻ്റെ ഏത് വാല്യൂക്കാണ് മാക്സിമം വരിക, ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരുമ്പോൾ 90 ഡിഗ്രി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് ആംഗിൾ കിട്ടുക. ആൻസർ ഇസ് ഈക്വൽ ടു ഇതായിരിക്കും 90 ഡിഗ്രി ഇലക്ട്രിക്കൽ. ഓക്കെ, 90 ഡിഗ്രി ഇലക്ട്രിക് ഡെൽറ്റ 90 ആകുമ്പോഴാണ് മാക്സിമം ടോർക്ക് കിട്ടുക. ദാറ്റ് ഈസ് ദ മാക്സിമം ഓർ പുൾ ഔട്ട് ടോർക്ക് ഒക്കേഴ്സ് വെൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും പലപ്പോഴും റിപ്പീറ്റഡ് ചോദിക്കാറുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ്, എ സിങ്ക്രണസ് ജനറേറ്റർ ഈസ് ഫീഡിംഗ് എ സീറോ പവർ ഫാക്ടർ ലാഗിംഗ് ലോഡ് അറ്റ് റേറ്റഡ് കറണ്ട്. ലാഗിംഗ് ലോഡാണ് അറ്റ് റേറ്റഡ് കറണ്ട്, സീറോ പവർ ഫാക്ടർ ലാഗിംഗ് ലോഡ് റേറ്റഡ്. ആർമേച്ചർ റിയാക്ഷൻ ഈസ്. ഓക്കെ, ആൾട്ടർനേറ്ററിൻ്റെ ആർമേച്ചർ റിയാക്ഷൻ ലാഗിംഗ് എഫക്റ്റ് ഏതായിരിക്കും. അപ്പോൾ ആൾട്ടർനേറ്റർ നമ്മൾ 3 എഫക്ട്സ് ആണ്, ആർമേച്ചർ റിയാക്ഷന് 3 എഫക്റ്റ് ആണ് നോക്കിയത്. ഒന്ന് ക്രോസ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, ക്രോസ് മാഗ്നറ്റൈസേഷൻ. രണ്ടാമത്തത് ഡീമാഗ്നറ്റൈസേഷൻ. മൂന്നാമത്തത് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, മൂന്നും നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു. ക്രോസ് മാഗ്നറ്റൈസേഷൻ എവിടെയാണ് വരിക, യു പി എഫിലാണ് വരിക. ഓക്കെ, മെയിൻ ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് പോവും, ആർമേച്ചർ ഫ്ലക്സ് പോവും. അതാണ് ക്രോസ് മാഗ്നറ്റൈസേഷനിൽ വരിക. ഡീമാഗ്നറ്റൈസേഷൻ എവിടെയായിരിക്കും, ലാഗിങ്ങിലായിരിക്കും. എന്ന് വെച്ചാൽ മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ആര് പോകുന്നത്, നമ്മുടെ ആർമേച്ചർ ഫ്ലക്സ് പോകുന്നത്. ഇനി മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാലോ ഇതായിരിക്കും, ലീഡിങ് ലോഡിലായിരിക്കും മാഗ്നറ്റൈസേഷൻ. മെയിൻ ഫ്ലക്സിൻ്റെ അതേ ഡയറക്ഷൻ ആഡിങ് ആയിട്ടായിരിക്കും ആര് പോവുക, ആർമേച്ചർ ഫ്ലക്സ് പോവുക. ഇപ്പോൾ ചോദിച്ചതെന്താണ്, ലാഗിങ് ലോഡിലാണ് വരുന്നത്. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് എന്തായിരിക്കും, ഡീമാഗ്നറ്റൈസിങ്. ഓക്കെ, ലാഗിങ് വരുമ്പോൾ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണ് എന്തിനുണ്ടാവുക, ആർമേച്ചർ റിയാക്ഷന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. ഈ മൂന്നെണ്ണം, ക്രോസ് മാഗ്നറ്റൈസേഷൻ അറ്റ് യു പി എഫ്, ഡീമാഗ്നറ്റൈസേഷൻ അറ്റ് ലാഗിങ്, മാഗ്നറ്റൈസേഷൻ അറ്റ് ലീഡിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. സീറോ പവർ ഫാക്ടർ ലാഗിങ് ആണെങ്കിൽ ഓപ്പോസിഷൻ ആർമേച്ചർ ഫ്ലക്സ് ഇസ് ഓപ്പോസിറ്റ് ഓഫ് മെയിൻ ഫ്ലക്സ്. അപ്പോൾ മെയിൻ ഫ്ലക്സ് എന്ത് ചെയ്യും, റെഡ്യൂസ് ആവും. റെഡ്യൂസ് ആവുന്ന വെച്ചാൽ അതിൻ്റെ അർത്ഥം ഡീമാഗ്നറ്റൈസേഷൻ. ഓക്കെ, മെയിൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ഫ്ലക്സിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സാലിയൻറ്റ് പോൾ ആൾട്ടർനേറ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഓൺ. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് റോട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സാലിയൻറ്റ് പോൾ ഉണ്ട്, സിലിണ്ടറിക്കൽ ഉണ്ട്. സാലിയൻറ്റ് പോൾ ആകുമ്പോൾ പുറത്തേക്ക് എന്തുണ്ടാവും, പോൾസ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പുറത്തേക്ക് പ്രൊജക്റ്റ് ഉണ്ടാവും. സിലിണ്ടറിക്കൽ ആണെങ്കിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും, ലോ സ്പീഡ് മീഡിയം സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോ ആൻഡ് മീഡിയം സ്പീഡ്. സിലിണ്ടറിക്കൽ റോട്ടർ ആണെങ്കിൽ
ഹൈ സ്പീഡിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നോക്കാം, സാലന്റ് പോൾ ആൾട്ടർനേറ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഓൺ ഒന്ന് ലോ സ്പീഡ് പ്രൈം മൂവേഴ്സ് ഓൺലി, ഹൈ സ്പീഡ് പ്രൈം മൂവേഴ്സ് ഓൺലി, മീഡിയം സ്പീഡ് പ്രൈം മൂവേഴ്സ് ഓൺലി, ലോ ആൻഡ് മീഡിയം സ്പീഡ് പ്രൈം മൂവേഴ്സ്. ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ലോ ആൻഡ് മീഡിയം സ്പീഡിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സാലന്റ് പോൾ യൂസ് ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡിലാണ്. അപ്പോൾ ഇവിടെ സാലന്റ് പോൾ ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും. നെക്സ്റ്റ്, the main disadvantage of using short pitch winding in alternator. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡിങ്ങിൻ്റെ കേസിൽ ഷോർട്ട് പിച്ച് വൈൻഡിങ് പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് പറഞ്ഞു, കോൺസെൻട്രേറ്റഡ് പറഞ്ഞു, ഫുൾ പിച്ച് വൈൻഡിങ് പറഞ്ഞു. അപ്പോൾ ഷോർട്ട് പിച്ച് വൈൻഡിങ്ങിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്ന് പറഞ്ഞാൽ, ഷോർട്ട് പിച്ച് വൈൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോയിലിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇ എം എഫ് എന്ന് പറഞ്ഞത് അത് ഫുൾ പിച്ച് വരുമ്പോൾ E1 ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഷോർട്ട് പിച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറഞ്ഞിട്ട് എന്താവും, അതിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞത് E2 ആവും. അപ്പോൾ E1 ഈസ് ഗ്രേറ്റർ ദാൻ E2. അപ്പോൾ ഫുൾ പിച്ചിലുണ്ടാകുന്ന ഇ എം എഫ് ആയിരിക്കും കൂടുതൽ ഷോർട്ട് പിച്ചുമായിട്ട് എന്ത് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഷോർട്ട് പിച്ച് വൈൻഡിങ് മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും, ഇത് റെഡ്യൂസസ് ദ ടോട്ടൽ വോൾട്ടേജ് അറൗണ്ട് ദ ആർമേച്ചർ കോയിൽ. നമ്മുടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തെയും റെഡ്യൂസ് ആവും. ഇതാണ് എന്ത്, ഷോർട്ട് പിച്ച് വൈൻഡിങ്ങിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. ഇത് റെഡ്യൂസസ് ദ total voltage around the armature coils. Okay, the power factor of an alternator under short circuit conditions. Short circuit conditionil alternator എന്തായിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ആൻസർ നോക്കിയാൽ 0 പവർ ഫാക്ടർ, ലാഗിങ്. ഷോർട്ട് കണ്ടീഷനിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ZPF ലാഗ് ആയിരിക്കും. ഓക്കെ, ആൾട്ടർനേറ്റർ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ ZPF ലാഗ് ആണ് എന്ത് വരിക, ആൾട്ടർനേറ്റർ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, in a synchronous machine, the angle between synchronously rotating stator flux and rotor poles is called. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റേറ്റർ ഫ്ലക്സ് ഇതാണെങ്കിൽ, ഇതാണ് സ്റ്റേറ്റർ ഫ്ലക്സ്. ഓക്കെ, ഇതിൻ്റെ ആക്സിസ് ഇതാണ്, സ്റ്റേറ്റർ ഫ്ലക്സിൻ്റെ ആക്സിസ് ഇതാണ്. ഇതാ സപ്പോസ് ഇതാണ് റോട്ടർ ഫ്ലക്സ് എന്ന് വിചാരിക്കാം, സൗത്ത് നോർത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് റോട്ടർ ഫ്ലക്സിൻ്റെ ആക്സിസ്. അത് രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ നമ്മൾ എന്തെന്ന് വിളിച്ചാൽ ഡെൽറ്റ എന്ന് വിളിച്ചു. ഡെൽറ്റയുടെ പേരെന്താണ്, ടോർക്ക് ആംഗിൾ. ഓക്കെ, ടോർക്ക് ആംഗിൾ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ സിങ്ക്രോണസ്ലി റൊട്ടേറ്റിംഗ് സ്റ്റേറ്റർ ഫ്ലക്സ് ആൻഡ് റോട്ടർ പോൾ, സ്റ്റേറ്റർ ഫ്ലക്സിൻ്റെയും റോട്ടർ പോളിൻ്റെ ഇടയിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഇത്, ടോർക്ക് ആംഗിൾ ഡെൽറ്റ. ഓക്കെ, ടോർക്ക് ആംഗിൾ ഡെൽറ്റ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് വരിക, റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, സിങ്ക്രോണസ് മോട്ടോർ ഈസ് നോർമലി യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് ക്രെയിന്, ലെയ്ത്ത്, ഫാന്, റൊട്ടേറ്റിംഗ് കംപ്രസർ. അടുത്ത് പറഞ്ഞു എന്താ, സിങ്ക്രോണസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്. കോൺസ്റ്റന്റ് സ്പീഡ് ഡ്രൈവ്സിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സിങ്ക്രോണസ് മോട്ടോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ വേണ്ടി ഡ്രൈവ് ചെയ്ത ലെയ്ത്ത് ആണ്. ഓക്കെ, ലെയ്ത്ത് ആണ് എന്ത് വരിക, ആൻസർ. അപ്പോൾ സിങ്ക്രോണസ് മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് സ്പീഡ് ഡ്രൈവ് ആണ്. അപ്പോൾ ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഡ്രൈവ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത്, റൈറ്റ് ആൻസർ. If the excitation of a synchronous generator fails, it acts as. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും അവസാന ഒരു ടോപ്പിക്ക് നോക്കിയിരുന്നു, സിങ്ക്രോണസ് മോട്ടറിൻ്റെ എക്സൈറ്റേഷൻ ഫെയിൽ ആയാൽ എന്ത് സംഭവിക്കും, അതേപോലെ പ്രൈം മൂവർ ഫെയിൽ ആയാൽ എന്ത് സംഭവിക്കും, ഒരു ബോക്സൊക്കെ ടേബിളൊക്കെ വരച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ സിങ്ക്രോണസ് ജനറേറ്ററിൻ്റെ എക്സൈറ്റേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഇൻഡക്ഷൻ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒന്നുകൂടി ക്ലാസ് നോക്കാം. സിങ്ക്രോണസ് മോട്ടറിൻ്റെ സിങ്ക്രോണസ് ജനറേറ്ററിൻ്റെ എക്സൈറ്റേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് ഇൻഡക്ഷൻ ജനറേറ്റർ. ഓക്കെ, ഓപ്ഷൻ സി, ഇൻഡക്ഷൻ ജനറേറ്റർ. നെക്സ്റ്റ്, an over excited synchronous motor will take current. ഓവർ എക്സൈറ്റഡ് ആണ്, ശ്രദ്ധിക്കുക, ഓവർ എക്സൈറ്റഡ് ആണ്, സിങ്ക്രോണസ് മോട്ടറാണ്. ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ സിങ്ക്രോണസ് മോട്ടർ എന്തായിരിക്കും, വേറെ ചിന്തിക്കാനൊന്നുമില്ല, എന്താണ്, ലീഡിങ് പവർ ഫാക്ടറുള്ള കറണ്ട് എന്ത് ചെയ്യും, ഡ്രോ ചെയ്യും. അപ്പോൾ ലീഡിങ് പവർ ഫാക്ടറാണ് ആൻസർ വരും. ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടോർ, ഓക്കെ, വിൽ ടേക്ക് കറണ്ട് അറ്റ് ലീഡിങ് പവർ ഫാക്ടർ. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ്, വി കർവ് ഓഫ് എ സിങ്ക്രോണസ് മോട്ടോർ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. വി കർവ്, ഒരു സിങ്ക്രോണസ് മോട്ടറിന്റെ വി കർവ് എന്തൊക്കെ തമ്മിലുള്ള റിലേഷനാണ് വി കർവ് എന്ന് പറയുന്നത്, എന്തൊക്കെ തമ്മിലുള്ള റിലേഷനാണ് വി കർവ് എന്ന് പറയുന്നത്, IF ഫീൽഡ് കറണ്ട് അല്ലെങ്കിൽ എക്സൈറ്റേഷനും വേഴ്സസ് ആർമേച്ചർ കറണ്ട് IA തമ്മിലുള്ള റിലേഷനാണ് എന്ത്, വി കർവ്. അതേപോലെ ഇൻവേർട്ടഡ് വി കർവ് എന്താ, ഫീൽഡ് കറണ്ട് വേഴ്സസ് പവർ ഫാക്ടർ കോസ് ഫൈ തമ്മിലുള്ള ആംഗിൾ ഗ്രാഫാണ് എന്ത്, ഇൻവേർട്ടഡ് വി കർവ്. ഇപ്പോൾ ഇവിടെ വി കർവ് ആണ് ചോദിച്ചത്, ഇതൊക്കെ ഫീൽഡ് കറണ്ടും ആർമേച്ചർ. ഓപ്ഷൻ നോക്കിയേ, ആർമേച്ചർ കറണ്ട് ആൻഡ് സപ്ലൈ വോൾട്ടേജ് അല്ല, ഫീൽഡ് കറണ്ട് പവർ ഫാക്ടർ അത് ഇൻവേർട്ടഡ് വി കർവ് ആണ്. ആർമേച്ചർ കറണ്ട് ആൻഡ് ബാക്ക് EMF അതുമല്ല, ഇതാണ് DC ഫീൽഡ് കറണ്ട് ആൻഡ് DC ആർമേച്ചർ കറണ്ട്. ഫീൽഡ് കറണ്ടും ആർമേച്ചറും കറണ്ട് IFും IA തമ്മിലുള്ള ഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, വി കർവ്. ഓക്കെ, ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ക്വസ്റ്റ്യൻ വരില്ല എന്ന് എക്സ്പെക്ട് ചെയ്യരുത്.
ഡിഗ്രി ലെവലിലൊക്കെ വി കർവ്, ഇൻവേർട്ടഡ് വി കർവ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വി കർവും ഇൻവേർട്ടഡ് വി കർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് ഇൻ എ 3 phase 3.5 MVA പവർ വന്നിട്ടുണ്ട്, 3.5 MVA 4160 volt star connected alternator, a field current of 200 ampere produces a full load current on short circuit. അപ്പോൾ IF ഫീൽഡ് കറണ്ട് 200 ആംപിയർ ആണ്. ആ സമയത്ത് ഷോർട്ട് സർക്യൂട്ട് ഫുൾ ലോഡ് കറണ്ട്, ഷോർട്ട് സർക്യൂട്ടിലുള്ള ഫുൾ ലോഡ് കറണ്ട് കിട്ടുന്നുണ്ട്. ഓൺ ഓപ്പൺ അതേ സമയത്ത് തന്നെ ഓപ്പൺ സർക്യൂട്ട് എത്ര വോൾട്ടേജും കിട്ടുന്നു? 4750 വോൾട്ടേജും കിട്ടുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? സിങ്ക്രോണസ് ഇംപെഡൻസ് കണ്ടുപിടിക്കുക. അതായത് സിങ്ക്രോണസ് ഇംപെഡൻസ് എന്തൊക്കെ തമ്മിൽ നമ്മൾ ഓർമ്മ ഉണ്ടോ? ഫീൽഡ് കറണ്ടും നമ്മുടെ VOCയും ഒരു ഗ്രാഫ് വരച്ചു, അത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടി. അതുപോലെ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ആർമേച്ചർ കറണ്ട് നമ്മൾ ഗ്രാഫ് വരച്ചു, നമുക്ക് എന്ത് കിട്ടി? SCC കിട്ടി. ഓക്കെ, OCC SCCയും കിട്ടി. അപ്പോൾ ഏതോ ഒരു ഫീൽഡ് കറണ്ട് എത്ര 200 ആംപിയർ എന്ന് പറഞ്ഞ ഫീൽഡ് കറണ്ടിൽ ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? റേറ്റഡ് കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC കിട്ടുന്നുണ്ട്. അതേപോലെ അതേ കറണ്ട് തന്നെ എത്ര കിട്ടുന്നുണ്ട്? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എത്ര കിട്ടുന്നു? 4150 വോൾട്ടേജും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള സിങ്ക്രണസ് ഇംപെഡൻസ് ആണ് ചോദിച്ചത്. സിങ്ക്രണസ് ഇംപെഡൻസ് എത്ര? ZS = എന്തായിരുന്നു ഇക്വേഷൻ? OC വോൾട്ടേജ് ഡിവൈഡ് ബൈ SC കറണ്ട് ആണല്ലോ. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ZS കണ്ടുപിടിക്കണം. ഈ OC വോൾട്ടേജ് എന്ന് പറഞ്ഞതാണ് പെർ ഫേസ് വോൾട്ടേജ് ആണ്, ഫേസ് വോൾട്ടേജ് ആണ്. അതേപോലെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും കണ്ടുപിടിച്ച് രണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിങ്ക്രണസ് ഇംപെഡൻസ് കിട്ടും. ആദ്യം OC വോൾട്ടേജ് നോക്കുക. എത്ര OC വോൾട്ടേജ് എത്ര വന്നിട്ടുണ്ട്? 4750 വോൾട്ട് വന്നിട്ടുണ്ട്. അതെന്താണ്? ലൈൻ വാല്യൂ ആണ്. ഓക്കെ, 4750 ലൈൻ വാല്യൂ ആണ്. ആ ലൈൻ വാല്യൂവിന് എന്താക്കണം? നമ്മൾ ഫേസ് വാല്യൂ ആക്കി മാറ്റണം. എന്ത് ചെയ്താൽ മതി? 4750 ഡിവൈഡഡ് ബൈ √3. ഓക്കെ, അതാണ് VOC. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കിട്ടി. ഇതിനടുത്ത് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വേണം. അപ്പോൾ ഡയറക്റ്റ് എല്ലാവരും ചെയ്യാൻ എന്താ? 4750 ഡിവൈഡ് ബൈ 200 ചെയ്യും. ഈ ആൻസർ അങ്ങ് ടിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതെന്താണ്? ഫീൽഡ് കറണ്ട് 200 ആണ് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കറണ്ടാണ് ഇത്ര തന്നിട്ടുള്ളത്, 200 ആംപിയർ എന്ന് തന്നിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ആ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നുണ്ട് ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫുൾ ലോഡ് കറണ്ട് ആദ്യം കണ്ടുപിടിക്കുക. I = P ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു V. ഓക്കെ, √3 ഇൻറ്റു V. കാരണം എന്താ? നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. പവറിൻ്റെ ഇക്വേഷൻ വെച്ചാൽ എന്താ? V ഇൻറ്റു I അല്ല, √3 V ഇൻറ്റു I ആണ് ഇത് MVA എന്ന് പറയുന്നത്. ഓക്കെ, MVA എത്ര തന്നിട്ടുണ്ട്? 3.5 MVA തന്നിട്ടുണ്ട്. അപ്പോൾ 3.5 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 4160. ഓക്കെ, 4160 സോൾവ് ചെയ്യുക, 485.8 ആംപിയർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് I റേറ്റഡ് കിട്ടി, I ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കിട്ടി. VOC എത്രയായിരുന്നു? VOC = 4750 ഡിവൈഡ് ബൈ ഫേസ് വോൾട്ടേജ് ആക്കുക, ബൈ √3 എത്ര കിട്ടും? 2742. ഓക്കെ, രണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും ZSൻ്റെ വാല്യൂ കിട്ടും. ZS = 2742.4 ഡിവൈഡഡ് ബൈ 485.8 = 5.64 ohms. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് C ആണ്, 5.64 ohms ആണത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 5.64. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സിങ്ക്രണസ് ഇംപെഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. OC വോൾട്ടേജ് ഡിവൈഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്. നെക്സ്റ്റ്, ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് ജനറേറ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നമുക്ക് എന്തായാലും കൺഫ്യൂസിങ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സിങ്ക്രണസ് ജനറേറ്റർ ആണ് ചോദിച്ചത്. സിങ്ക്രണസ് ജനറേറ്റർ, ആ രണ്ട് കാര്യങ്ങൾ നോക്കുക. എക്സൈറ്റേഷൻ ഓവർ ആണോ അണ്ടർ ആണോ നോക്കുക, മോട്ടർ ആണോ ജനറേറ്റർ ആണോ നോക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സിങ്ക്രണസ് ജനറേറ്റർ ആണ്. ഓക്കെ, ഓവർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ലാഗിങ് പവർ ഫാക്ടർ. ഓക്കെ, ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് ജനറേറ്റർ റൺസ് അറ്റ് ലാഗിങ് പവർ ഫാക്ടർ. Next, alternators are usually rated in KVA, KVA and KW, all of the above. എപ്പോഴും ഓൾട്ടർനേറ്റർ റേറ്റ് ചെയ്യുന്നത് KVAയിലാണ്. KVA ഓർ MVA നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് VAയിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? VA വോൾട്ട് ആംപിയറിലാണ് ഓൾട്ടർനേറ്ററിൻ്റെ റേറ്റിംഗ് നമ്മൾ പറയാം. അപ്പോൾ ഓപ്ഷൻ A ആണെന്ത്? റൈറ്റ് ആൻസർ, KVA ഓർ MVA. ഓക്കെ, നെക്സ്റ്റ്, എ 10 MVA generator has a power factor of 0.866 lagging. ഇപ്പോൾ 10 MVA ജനറേറ്റർ ആണ്. ഓക്കെ, ആസ് എ പവർ ഫാക്ടർ ഓഫ് 0.866 ലാഗിങ്. ദ റിയാക്റ്റീവ് പവർ പ്രൊഡ്യൂസ്ഡ് വിൽ ബി. എത്രയാണ് ഇതിൻ്റെ റിയാക്റ്റീവ് പവർ? ഓക്കെ, അപ്പോൾ നമുക്ക് പവർ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടല്ലോ, പവർ ട്രയാങ്കിൾ PQS. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്താണ്? P ആണ്. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് Q ആണ്. അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത് S ആണ്.
ഓക്കെ. പിൻ്റെ യൂണിറ്റ് ഏതായിരിക്കും? KW. ഓക്കെ. ക്യൂയുടെ യൂണിറ്റ് ഏതാ? KVAR. എസിൻ്റെ യൂണിറ്റ് എന്താ? KVA. ഓക്കെ. ഇങ്ങനെ ഒരു റിലേഷൻ നമുക്കറിയാം. 10 MVA ജനറേറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എസിൻ്റെ വാല്യൂ എത്രയാണ്? 10 MVA. 10 MVA. പിന്നെ തന്നിട്ടുണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് 0.86. അപ്പോൾ ഇതാണ് ഫൈ എന്ന് പറയുന്നത്. ഫൈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 0.866 ആണ്. ഓക്കെ. ഫൈ അല്ല, കോസ് ഫൈയുടെ വാല്യൂ 0.866 ആണ്. 0.866. ഓക്കെ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? റിയാക്റ്റീവ് പവർ പ്രൊഡ്യൂസ്. ക്യൂയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇങ്ങനെ ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ. ഇപ്പോൾ ഈ ആംഗിൾ സൈൻ ഫൈ എടുത്ത് നോക്കിയേ. സൈൻ ഫൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ക്യൂ ബൈ എസ്. ഓക്കെ. അതിൽ ക്യൂ അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? എസ് ഇൻറ്റു സൈൻ ഫൈ. എസ് ഇൻറ്റു സൈൻ ഫൈ. എസ് എത്രയാ? 10 MVA ഇൻറ്റു സൈൻ ഫൈ. സൈൻ ഫൈ എത്രയാ? കോസ് ഫൈ 0.866 ആണ്. 0.86 ഏതിൻ്റെ വാല്യൂ? ഫൈയുടെ വാല്യൂ എത്രയായിരിക്കും? കോസ് ഇൻവേഴ്സ് 0.86. കോസ് ഇൻവേഴ്സ് 0.866 ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. 0.866 അങ്ങനത്തെ കുറച്ച് വാല്യൂസ് ഉണ്ട്. 0.86 √3/2 ആണ്. എത്ര വരും? കോസ് 30 ആണ്. ഇത് √3/2. ഓക്കെ. ഫൈയുടെ വാല്യൂ എത്രയായിരിക്കും? 30 ആയിരിക്കും. അപ്പോൾ 10 ഇൻറ്റു സൈൻ ഫൈ, സൈൻ 30. 10 ഇൻറ്റു സൈൻ 30. സൈൻ 30യുടെ വാല്യൂ എത്രയാ? 1/2. ദാറ്റ് ഈസ് 10 ഇൻറ്റു 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 MVA. ക്യൂയുടെ വാല്യൂ 5 MVA അല്ല, 5 MVAR. ഓക്കെ. ഓപ്ഷൻ സി ആണ് എന്ത് വരിക? റൈറ്റ് ആൻസർ വരിക. ഓക്കെ. അപ്പോൾ ആക്റ്റീവ് പവർ, റിയാക്ടിങ് അപ്പാരൻറ്റ് പവർ തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കുക. പവർ ട്രയാങ്കിൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. റിയാക്റ്റീവ് പവർ ഇസ് ഈക്വൽ ടു MVA ഇൻറ്റു അപ്പാരൻറ്റ് പവർ ഇൻറ്റു സൈൻ ഫൈ. സൈൻ ഫൈ എത്രയാണ്? 30 ഡിഗ്രി ആണ്. ഓക്കെ. ഇതാണ് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. A field excitation of 20 ampere in a certain alternator result in an armature current of 400 ampere in a short circuit and a terminal voltage of 2000 volt in open circuit. The magnitude of internal voltage drop within the machine at a load current of 200 ampere. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഫീൽഡ് എക്സൈറ്റേഷൻ, ഫീൽഡ് കറണ്ട് 20 ആംപിയർ ആകുമ്പോൾ, അതായത് IF വോൾട്ടേജ്, അത് OCC നമ്മൾ വരച്ചിട്ടുണ്ട്. അതേപോലെ എന്തുണ്ട്? SCCയും വരച്ചിട്ടുണ്ട്. ഓക്കെ. നോക്കാം. 20 ആംപിയർ ഫീൽഡ് കറണ്ട് ആവുന്ന സമയത്ത് ആ സമയത്തുള്ള വോൾട്ടേജും കറണ്ട് വാല്യൂണ് ഇപ്പോൾ തന്നേക്കുന്നത്. കറണ്ട് എത്രയാണ്? ആ സമയത്ത് ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ് 400 ആംപിയർ, 400 ആംപിയർ. ആ സമയത്തുള്ള വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് ആണെന്ത്? 2000 വോൾട്ട്. ഓക്കെ. ഇത്ര കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ്. മെഷീൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണം. അറ്റ് എ ലോഡ് കറണ്ട് ഓഫ് 200 ആംപിയർ. ലോഡ് കറണ്ട് ഐയുടെ വാല്യൂ വന്നിട്ടുണ്ട്. എത്രയാ? ഐയുടെ വാല്യൂ വന്നിട്ടുണ്ട് 200 ആംപിയർ. ഓക്കെ. ഇന്റേണൽ വോൾട്ടേജ് നോക്കുന്ന വെച്ചാൽ നമുക്കറിയാം V ഇസ് ഈക്വൽ ടു എന്താണ്? E മൈനസ് IZS അല്ലേ? E മൈനസ് IA ഇൻറ്റു ZS. ഓക്കെ. അതിൽ ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? V മൈനസ് E അല്ലേ? ഓക്കെ. E ഈക്വൽ ടു V മൈനസ് IAZS. E മൈനസ് V അല്ലേ ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്? E മൈനസ് V ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? IA ഇൻറ്റു ZS. അപ്പോൾ IA ഇൻറ്റു ZS കണ്ടുപിടിച്ച് നമുക്ക് കണ്ടുപിടിക്കാം വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിച്ചൂടെ? അതിൽ IA വന്നിട്ടുണ്ട് എത്ര? 200 ആംപിയർ. ഇനി എന്താ കണ്ടുപിടിക്കണം? സിങ്ക്രണസ് റിയാക്ടൻസ് ZSൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിങ്ക്രണസ് റിയാക്ടൻസ് ZSൻ്റെ വാല്യൂ. ZSൻ്റെ വാല്യൂ എത്രയാ? ZS ഇസ് ഈക്വൽ ടു എന്താണ്? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ OC വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് OC വോൾട്ടേജ് എത്രയാണ് തന്നേക്കുന്നത്? OC വോൾട്ടേജ് 2000 അല്ലേ? 2000 വോൾട്ട് ഡിവൈഡ് ബൈ SC കറണ്ട് എത്രയാ? 400 ആംപിയർ. 2000 ഡിവൈഡ് ബൈ 400 എത്രയാ? 5 ഓം അല്ലേ? ZSൻ്റെ വാല്യൂ കിട്ടുക 5 ഓം. കറണ്ട് എത്രയാണ്? 200 അല്ലേ? അപ്പോൾ IA ഇൻറ്റു ZS എത്രയായിരിക്കും? 200 ഇൻറ്റു 5 അല്ലേ? 200 ഇൻറ്റു 5 എത്രയാണ്? 200 ഇൻറ്റു 5 എന്ന് പറഞ്ഞത് 1000 വോൾട്ട്. അപ്പോൾ ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞത് 1000 വോൾട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞത് E ഇസ് ഈക്വൽ ടു V മൈനസ് IAZS. IAZS ആണ് ഇന്റേണൽ ഡ്രോപ്പ്. അതിൽ ZS നമുക്ക് കണ്ടുപിടിക്കണം. IA തന്നിട്ടുണ്ട് ലോഡ് കറണ്ട്. ZS കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? OCയും SC ടെസ്റ്റിൻ്റെയും റീഡിങ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് സിങ്ക്രണസ് റിയാക്ടൻസ് ZS ഇസ് ഈക്വൽ ടു OC വോൾട്ടേജ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ആ റിലേഷൻ വെച്ച് ZS കണ്ടുപിടിക്കുക. ZSൻ്റെ കൂടെ IA മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പായ IA ഇൻറ്റു ZS കിട്ടും. ഓക്കെ. 1000 വോൾട്ടാണ് എന്ത് വരിക? ആൻസർ വരിക. നെക്സ്റ്റ്.
എ സിങ്ക്രണസ് മെഷീൻ ഈസ് കോൾഡ് ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ. ഫസ്റ്റ് ക്ലാസ് പറഞ്ഞത് സിങ്ക്രണസ് മെഷീൻ എന്ന് പറഞ്ഞത് ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ ആണ്. എന്തുകൊണ്ടാണ് ഡബ്ലി എക്സൈറ്റഡ് എന്ന് പറയാൻ കാരണം എന്താ? അതായത് ഡബ്ലി എക്സൈറ്റഡ് നമുക്ക് സ്റ്റേറ്റർ ഉണ്ട്, അതേപോലെ എന്തുണ്ട്, റോട്ടറും ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് സ്റ്റേറ്ററിലേക്കും സപ്ലൈ കൊടുക്കുന്നുണ്ട്, അതേപോലെ റോട്ടറിലേക്ക് ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട്, ഡി സി സപ്ലൈയും കൊടുക്കുന്നുണ്ട് അല്ലേ. ഡി സി സപ്ലൈ ആർമേച്ചറിലേക്കും സപ്ലൈ ഉണ്ട്, ആർമേച്ചറിലേക്ക് എ സി ആണുള്ളത്, റോട്ടറിലേക്ക് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് കൊടുക്കും, ഡി സി സപ്ലൈയും കൊടുക്കും. ഇപ്പോൾ രണ്ട് എക്സൈറ്റേഷൻ വരുന്നില്ല, എ സി എക്സൈറ്റേഷനും വരുന്നുണ്ട്, ഡി സി എക്സൈറ്റേഷൻ വരും. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. ഇറ്റ് ക്യാൻ ബി ഓവർ എക്സൈറ്റഡ് അല്ല, ഇറ്റ് ഹാസ് ടു സെറ്റ്സ് ഓഫ് റോട്ടർ പോൾസ് അല്ല, ബോത്ത് ഇറ്റ്സ് റോട്ടർ ആൻഡ് സ്റ്റേറ്റർ ആർ എക്സൈറ്റഡ്. സ്റ്റേറ്ററും എക്സൈറ്റേഷൻ എ സി എക്സൈറ്റേഷൻ കൊടുക്കുന്നുണ്ട്, അതേപോലെ ഡി സി റോട്ടറിലേക്ക് ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്, ഡി സി എക്സൈറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, സിങ്ക്രണസ് മെഷീനിനെ ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ കൊടുക്കുക. ഓപ്ഷൻ സി, ബോത്ത് ഇറ്റ്സ് റോട്ടർ ആൻഡ് സ്റ്റേറ്റർ ആർ എക്സൈറ്റഡ്. ക്വസ്റ്റ്യൻ നോക്കുക, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2016 എഞ്ചിനീയറിംഗ് കോളേജസ് അസിസ്റ്റന്റ് പ്രൊഫസറിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ബെസ്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് ടു ഫൈൻഡ് ദ റെഗുലേഷൻ ഓഫ് ഓൾട്ടർനേറ്റർ ഈസ്. നമുക്ക് 3 മെത്തേഡ്സ് ആണുള്ളത്, ഇ എം എഫ്, എം എം എഫ്, സെഡ് പി എഫ്. ഓക്കെ, അതിൽ ഏറ്റവും ബെസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഇൻഡയറക്റ്റ് മെത്തേഡ് ഏതാണ്? ഇ എം എഫ്, എം എം എഫ്, സെഡ് പി എഫ്, സ്ലിപ്പ് ടെസ്റ്റ്. ഓപ്ഷൻ ഏതായിരിക്കും? അപ്പോൾ നമ്മളൊരു ബോക്സ് നോക്കി ഓർമ്മ ഉണ്ടാവും, ഇ എം എഫ്, എം എം എഫ്, സെഡ് പി എഫ്. ഇ എം എഫ് എന്താണ്? പെസിമിസ്റ്റിക് മെത്തേഡാണ്, എന്ന് വെച്ചാൽ വോൾട്ടേജ് റെഗുലേഷൻ ആക്ച്വൽ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. എം എം എഫ് മെത്തേഡ് എന്താ? വോൾട്ടേജ് റെഗുലേഷൻ ലെസ് ദാൻ ആക്ച്വൽ വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, അത് ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡാണ്. ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് ഏതായിരിക്കും? സെഡ് പി എഫ് മെത്തേഡ്. ഈ ഒരു ടേബിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞതാണ് സെഡ് പി എഫ് മെത്തേഡാണ്. ഓക്കെ, ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് നോക്കിയിരിക്കണം. സെഡ് പി എഫ് മെത്തേഡാണ് ബെസ്റ്റ്. ഇതും അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ കണ്ടീഷൻ ഫോർ സിങ്ക്രണൈസിങ് ആൻ ആൾട്ടർനേറ്റർ വിത്ത് ദ ഗ്രിഡ്. നമ്മൾ ആൾട്ടർനേറ്ററിനെ പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കണ്ടീഷൻസ് നോക്കിയിട്ടുണ്ട്. ആ കണ്ടീഷൻസിൽ ഏതാണ് നോട്ടാണ് ക്വസ്റ്റ്യൻ, ഏത് കണ്ടീഷനാണ് ഇതിലില്ലാത്തത്? ഓക്കെ, അത് ആദ്യം നമുക്ക് കണ്ടീഷൻസ് നോക്കാം, ഏതൊക്കെയാണ് പാരലൽ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. നോക്കിയേ, ലൈൻ വോൾട്ടേജ് സെയിം ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ്. രണ്ട്, ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം, ഫേസ് ആംഗിൾസ് സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നല്ല, കുറച്ച് കൂടുതലായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 4 കണ്ടീഷൻസ് എന്നുള്ള, അപ്പോൾ 4 കണ്ടീഷൻ ഓപ്ഷൻ നോക്കാം നമുക്ക്. ഫസ്റ്റ്, ഫേസ് സീക്വൻസ് ഓഫ് ദ ആൾട്ടർനേറ്റർ ഈക്വൽസ് ടു ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഗ്രിഡ്. ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കും, അപ്പോൾ അത് റൈറ്റ് ആൻസർ ആണ്. നോട്ടാണ് ക്വസ്റ്റ്യൻ, നോക്കുക, നോട്ടാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അത് കണ്ടീഷൻ എന്തായാലും ഉണ്ട്. വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബോത്ത് ആൾട്ടർനേറ്റർ ആൻഡ് ഗ്രിഡ് ടു ബി സെയിം. വോൾട്ടേജ് സെയിം ആയിരിക്കണം. അടുത്തെന്താ? ഫ്രീക്വൻസി ഈസ് ടു ബി സെയിം. ഫ്രീക്വൻസി സെയിം ആയിരിക്കും. പിന്നെ എന്താ? പവർ റേറ്റിംഗ് ടു ബി സെയിം ഓൺ ബോത്ത്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുന്നില്ല. ഗ്രിഡിൻ്റെയും ഇൻകമിംഗ് മെഷീൻ്റെ പവർ റേറ്റിംഗ് സെയിം ആവണമെന്നില്ല. അപ്പോൾ നോട്ട് ഏത് കണ്ടീഷനാണ് ഇതിൽ ആക്സെപ്റ്റബിൾ അല്ലാത്തത്? പവർ റേറ്റിംഗ്. ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത്? റൈറ്റ് ആൻസർ. അപ്പോൾ ഈ 4 കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതും അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, when the synchronous machine supplies unity power factor current, the armature reaction is. ഇപ്പോൾ യു പി എഫിലാണ്. യു പി എഫിൽ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് എന്താ? നമ്മൾ 3 എഫക്റ്റ് പറഞ്ഞു, ഡിമാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റൈസേഷൻ, ക്രോസ് മാഗ്നറ്റൈസേഷൻ. അതിൽ ക്രോസ് മാഗ്നറ്റൈസേഷൻ എവിടെയാണ് വരുന്നത്? യു പി എഫിലാണ്. അപ്പോൾ യു പി എഫിലുള്ള ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞത് മോസ്റ്റ്ലി ക്രോസ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മാഗ്നറ്റൈസേഷൻ ഏതിലാണെന്ന് പറഞ്ഞു പോവാം. മാഗ്നറ്റൈസേഷൻ ലീഡിങ് പവർ ഫാക്ടർ, ഡിമാഗ്നറ്റൈസേഷൻ ലാഗിങ് പവർ ഫാക്ടർ. അപ്പോൾ ആൻസർ എ ആണെന്ത്? റൈറ്റ് ആൻസർ. യു പി എഫിൽ മോസ്റ്റ്ലി ക്രോസ് മാഗ്നറ്റൈസിങ്. ഓക്കെ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നെക്സ്റ്റ്, ദ റിലേഷൻ ബിറ്റ്വീൻ മെക്കാനിക്കൽ ഡിഗ്രി തീറ്റ എം ആൻഡ് തീറ്റ ഇ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആണ്, ഡിഗ്രി ലെവൽ എക്സാംസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കുറച്ച് പഴയതാണെങ്കിൽ ഇപ്പോൾ അത്ര സിമ്പിളായിട്ട് ചോദിക്കുന്നത് എക്സ്പെക്ട് ചെയ്യരുത്, എന്നാലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡിപ്ലോമ ലെവലിലൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. The relation between mechanical degree theta m and electrical degree theta e if p is number of poles. എന്താണ് ഓപ്ഷൻ ഒന്നും നോക്കണ്ട, നമുക്കറിയാം തീറ്റ ഇലക്ട്രിക്കൽ ഈസ് ഈക്വൽ ടു p/2 ഇൻറ്റു തീറ്റ എം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ടൊന്നും പറയണ്ട, നിങ്ങൾക്ക് ആൻസർ ക്വസ്റ്റ്യൻ അറിയാം, അത് ജസ്റ്റ് നോക്കാം. എവിടെയാ? തീറ്റ ഈസ് ഈക്വൽ ടു p/2 ഇൻറ്റു തീറ്റ എം. ഓക്കെ, തീറ്റ ഇലക്ട്രിക്കൽ ഈക്വൽ ടു p/2 ഇൻറ്റു തീറ്റ എം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ത്രൂ ഹൗ മെനി ഇലക്ട്രിക്കൽ ഡിഗ്രീസ് വിത്ത് എ 12-pole alternator pass in one complete revolution. ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ എത്ര ഇലക്ട്രിക്കൽ ഡിഗ്രീസ് നമ്മുടെ ഇത് പാസ് ചെയ്യും? ഒരു 12-pole ആൾട്ടർനേറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നോക്കാം. ആദ്യം ഒരു പോൾ പെയർ എടുക്കുക. ഒരു പോൾ പെയർ നോർത്ത് സൗത്ത്. ഓക്കെ, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ എത്രയാണ്?
കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360 ഡിഗ്രി എത്തുമ്പോഴാണ് എന്താണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തീറ്റ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞത് 360 ഡിഗ്രിയാണ്. അതുപോലത്തെ 4 പോൾ പെയർ ആണെങ്കിലോ, 4 പോൾ പെയർ ആണെങ്കിൽ ഇത് 2 കാരണം ഒരു 360, അടുത്ത നോർത്ത് സൗത്ത് കാരണം ഒരു 360. അപ്പോൾ 2 സൈക്കിളായില്ലേ, 2 സൈക്കിളായി. ഓക്കെ, അതുപോലത്തെ എത്ര പോൾ പെയർ ഉണ്ട്, 12 പോൾ ഉണ്ടെങ്കിൽ എത്ര വരും? അപ്പോൾ ഇവിടെ 720 വന്നു. 3 ഉണ്ടെങ്കിൽ 360 പ്ലസ് 360 പ്ലസ് 360. ഓക്കെ, അങ്ങനെ 3 ഉണ്ടെങ്കിൽ 6 ഉണ്ട്. 12 പോൾ എന്ന് വെച്ചാൽ 6 പോൾ പെയർ. 6 പോൾ പെയർ എന്ന് വെച്ചാൽ 6 × 360. ഓക്കെ, 6 × 360 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 360 എന്ന് പറയുന്നത് 2160 ഇലക്ട്രിക്കൽ ഡിഗ്രി ആണത്. ഇനി മെക്കാനിക്കൽ ഡിഗ്രി ആണെങ്കിലോ, മെക്കാനിക്കൽ ഡിഗ്രി 12 പോൾ ആണെങ്കിൽ എത്ര വരും? 360 ഡിവൈഡ് ബൈ 12 ഈക്വൽ ടു 30 ഡിഗ്രി. മെക്കാനിക്കൽ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പോൾസിൻ്റെ ഇടയിലുള്ള ആംഗിൾ, അതാണ് മെക്കാനിക്കൽ ഡിഗ്രി. എത്രയായിരിക്കും? 4 ആണെങ്കിൽ 90 ഡിഗ്രി, 2 ആണെങ്കിൽ എത്ര വരും? 180 ഡിഗ്രി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. 180 ഡിഗ്രി. അങ്ങനെ നമുക്ക് ഇലക്ട്രിക്കൽ ഡിഗ്രി എന്ന് വെച്ചാൽ ഓരോ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 ഉണ്ടെങ്കിൽ 360 ഒരു സൈക്കിൾ, അടുത്ത 360 അടുത്ത സൈക്കിൾ. അപ്പോൾ 12 പോൾ ഉണ്ടെങ്കിൽ എത്ര വരും? 6 × 360. ഓക്കെ, അതാണ് എന്ത്? ഇലക്ട്രിക്കൽ ഡിഗ്രി 2160. നെക്സ്റ്റ്, ആൾട്ടർനേറ്റർ വർക്ക്സ് വിത്ത് ലാഗിങ് പവർ ഫാക്ടർ. വീണ്ടും പല എക്സാംസിലും റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ആൾട്ടർനേറ്റർ ആണ്, ജനറേറ്റർ ആണ്, ലാഗിങ് പവർ ഫാക്ടർ ആണ്. ഏതായിരിക്കും? ഓവർ എക്സൈറ്റഡ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ തറോ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം ആ ഒരു സെക്ഷൻ. ആൾട്ടർനേറ്റർ, ലാഗിങ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഓവർ എക്സൈറ്റഡ്. ഓക്കെ, നെക്സ്റ്റ്, EMF മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റെഗുലേഷൻ ഓഫ് എൻ ആൾട്ടർനേറ്റർ. EMF മെത്തേഡിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഈസ് കോൾഡ് ഓപ്റ്റിമിസ്റ്റിക് മെത്തേഡ്. കാരണം അല്ല, ആദ്യം തന്നെ അറിയിക്കുക EMF മെത്തേഡ് എന്താണ്? പെസിമിസ്റ്റിക് മെത്തേഡാണ്. അപ്പോൾ ഓപ്റ്റിമിസ്റ്റിക് ഓപ്ഷൻ വന്ന 2 നമുക്ക് എന്ത് ചെയ്യാം? വിട്ടാം. Is called optimistic method because the regulation obtained is greater than the actual value. It is called optimistic method because regulation obtained is less than the actual value. എന്തായാലും optimistic method അല്ല, pessimistic ആണ്. അപ്പോൾ ആ എയും ബിയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം ആദ്യം തന്നെ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ, നാലാമത്തെ ഓപ്ഷൻ നോക്കിയാൽ, ഈസ് കോൾഡ് പെസിമിസ്റ്റിക് മെത്തേഡ്. പെസിമിസ്റ്റിക് ആണ് ബിക്കോസ് വോൾട്ടേജ് റെഗുലേഷൻ ഒബ്റ്റൈൻഡ് ഈസ് ലെസ്. വോൾട്ടേജ് റെഗുലേഷൻ ഒബ്റ്റൈൻഡ് ലെസ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഓപ്റ്റിമിസ്റ്റിക് മെത്തേഡ്. കാരണം ആക്ച്വൽ റെഗുലേഷനേക്കാളും കുറവ് വാല്യൂ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഓപ്റ്റിമിസ്റ്റിക് മെത്തേഡിലാണ് വരുന്നത്. അപ്പോൾ റെഗുലേഷൻ ഇസ് ലെസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പെസിമിസ്റ്റിക് ആണ്, പക്ഷേ ബിക്കോസ് റെഗുലേഷൻ ഒബ്റ്റൈൻഡ് ഇസ് ലെസ് എന്ന് പറഞ്ഞ സെൻറ്റൻസ് തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, EMF മെത്തേഡ് ഈസ് പെസിമിസ്റ്റിക് മെത്തേഡ്. കറക്റ്റാണ്. ബിക്കോസ് ദ റെഗുലേഷൻ ഒബ്റ്റൈൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂവിനേക്കാളും കൂടുതൽ വാല്യൂ ആണ് ഇവിടെ കിട്ടുക, EMF വാല്യൂ കിട്ടുക. അതുകൊണ്ടാണ് അതെന്തായത്? പെസിമിസ്റ്റിക് മെത്തേഡ് ആയത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത്? റൈറ്റ് ആൻസർ. അപ്പോൾ ആ ടേബിൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കുക. 3 മെത്തേഡ്, EMF, MMF, ZPF. ഏതാണ് ഒപ്റ്റിമിസ്റ്റിക്, ഏതാണ് പെസിമിസ്റ്റിക്, ഏതാണ് ആക്യുറേറ്റ് ഉള്ളത്? ഓക്കെ, ഈ ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ്, സാലിയൻറ്റ് പോൾ സിങ്ക്രണസ് മെഷീൻ. ഒരു സാലിയൻറ്റ് പോൾ സിങ്ക്രണസ് മെഷീൻ ഉണ്ട്. XD ഇസ് ദ ഡയറക്റ്റ് ആക്സിസ് റിയാക്ടൻസ്. നമുക്ക് 2 റിയാക്ടൻസ് ആക്സിസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പോളിൻ്റെ അതിലുള്ള D ആക്സിസും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള Q ആക്സിസും. അപ്പോൾ ഇതിലുള്ള റിയാക്ടൻസ് ആണ് XD, ഇതിലുള്ള റിയാക്ടൻസ് ആണ് XQ. അപ്പോൾ അതിന് തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണ്? XDയും XQയും ഈക്വൽ ആണോ, XD ലെസ് ദാൻ SQ ആണോ? നമ്മൾ അന്നേ പറഞ്ഞിരുന്നത് എന്താ? XD ഡയറക്റ്റ് ആക്സിസിലുള്ള റിയാക്ടൻസ് ആണ് XQനേക്കാളും കൂടുതൽ. ദാറ്റ് ഈസ് XD ഈസ് ഗ്രേറ്റർ ദാൻ XQ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, XD ഈസ് ഗ്രേറ്റർ ദാൻ XQ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരാം. നെക്സ്റ്റ്, ആൾട്ടർനേറ്റർ ഡ്രിവൻ ബൈ സ്റ്റീം ടർബൈൻ. സ്റ്റീം ടർബൈനിലുള്ള ആൾട്ടർനേറ്റർ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞത് ടർബോ ആൾട്ടർനേറ്റർ. ടർബോ ആൾട്ടർനേറ്റർ ആണ് എന്ത്? സ്റ്റീം ടർബൈനിൽ വിളിക്കുന്ന ആൾട്ടർനേറ്റർ. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ്. സ്റ്റീം ടർബൈൻ, സ്റ്റീം ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റീം ജനറേറ്റർ നമ്മൾ ജനറലി പറയാറില്ല. സ്റ്റീം വെച്ച് ഡ്രൈവ് ചെയ്യുന്ന ആൾട്ടർനേറ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് ടർബോ ആൾട്ടർനേറ്റർ. ഓക്കെ, നെക്സ്റ്റ്, എക്സൈറ്റർ ഇൻ ആൻ ആൾട്ടർനേറ്റർ ഈസ് യൂസ്ഡ് ഫോർ സപ്ലൈയിങ്. ഓക്കെ, എക്സൈറ്റർ എന്ന് വെച്ചതാണ് നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ 2 പാർട്സ് ആണ് പറഞ്ഞത്, റോട്ടറും സ്റ്റേറ്ററും. റോട്ടറിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? DC സപ്ലൈ കൊടുക്കണം. ഓക്കെ, DC സപ്ലൈ. ആ DC സപ്ലൈ കൊടുക്കുന്ന രണ്ടോട് DC ജനറേറ്റർ ആവണമെന്ന് നമ്മൾ പറഞ്ഞു. ആ DC ജനറേറ്ററിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? എക്സൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, DC സപ്ലൈനെ എക്സൈറ്റ് ചെയ്യാനുള്ള സാധനം, അതായത് റോട്ടറിനെ എക്സൈറ്റ് ചെയ്യാനുള്ള, ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യാനുള്ള ഇതാണ് ഒരു എക്സൈറ്റർ. അപ്പോൾ എക്സൈറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റോട്ടറിലേക്ക് എന്ത് കൊടുക്കുക? DC സപ്ലൈ കൊടുക്കുക. നോക്കിയേ, എക്സൈറ്റർ ഇൻ ആൾട്ടർനേറ്റർ ഈസ് യൂസ്ഡ് ഫോർ സപ്ലൈയിങ് DC ടു സ്റ്റേറ്റർ അല്ല, AC ടു സ്റ്റേറ്റർ അല്ല, AC ടു റോട്ടർ. റോട്ടറിലേക്ക് AC അല്ല കൊടുക്കുന്നത്. എന്താണ്? DC ടു റോട്ടർ. റോട്ടറിലേക്ക് DC സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? എക്സൈറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the value of the load angle of a synchronous motor depends mainly upon its.
ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ ലോഡ് ആംഗിൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എന്തിനായിരിക്കും? ഒബ്വിയസ്ലി എന്തിനായിരിക്കും? ലോഡിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ലോഡ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലോഡ് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നത്. ലോഡ് കൂടുമ്പോൾ ലോഡ് ആംഗിൾ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ലോഡ് ആംഗിൾ ഇൻക്രീസ് ചെയ്താലും കുറഞ്ഞ പെട്ടെന്ന് തന്നെ പുതിയ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? നമുക്ക് സിങ്ക്രണസ് സ്പീഡിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ലോഡ് കൂടുമ്പോൾ ലോഡ് ആംഗിൾ കൂടിയാലും സംഭവിക്കുന്നില്ല, സിങ്ക്രണസ് സ്പീഡിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞത് ലോഡ് ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് എന്തിനെ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലോഡിനെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്, എ 4-pole 3-phase synchronous motor is fed from 50 Hz is mechanically coupled to a 24-pole 3-phase synchronous generator. The speed in RPM. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ഒരു സിങ്ക്രണസ് മോട്ടർ ഉണ്ട്, അതിനേക്ക് സപ്ലൈ കൊടുക്കുന്നത് സിങ്ക്രണസ് മോട്ടറാണ്. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്ററിലേക്ക് സപ്ലൈ കൊടുക്കുന്ന ആരാണ്? സിങ്ക്രണസ് മോട്ടറിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് എന്താണ്? സിങ്ക്രണസ് ജനറേറ്ററാണ്. 24 പോളുള്ള 3-phase സിങ്ക്രണസ് ജനറേറ്ററാണ്. സിങ്ക്രണസ് മോട്ടറിൻ്റെ എത്ര? 4 പോളാണ്. സിങ്ക്രണസ് മോട്ടറിൻ്റെ നമ്പർ ഓഫ് പോൾസ് 4 ആണ്. സിങ്ക്രണസ് ജനറേറ്റർ ആൾട്ടർനേറ്ററിൻ്റെ നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ 24 ആണ്. ഓക്കെ, ദെൻ ദ സ്പീഡ് ഇൻ ദ RPM ഓഫ് ദ സെറ്റ്. ഈ സെറ്റിൻ്റെ സ്പീഡ് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. സിങ്ക്രണസ് മോട്ടറിൻ്റെ കേസ്, കാരണം സെയിം സ്പീഡിലായിരിക്കില്ല ഇത് കറങ്ങുക, കാരണം കപ്പിൾഡ് ആണ്. ഓക്കെ, സ്പീഡ് എന്ന ഇക്വേഷൻ നമുക്കറിയാം, NS = എന്താണ്? 120F/P. ഓക്കെ, സിങ്ക്രണസ് മോട്ടറിൻ്റെ ഇതാണ് നമ്മൾ വേണ്ടത്. സിങ്ക്രണസ് മോട്ടർ സിങ്ക്രണസ് മെക്കാനിക്കൽ ജനറേറ്റർ കപ്പിൾ ചെയ്തിട്ടാണ് ഉള്ളത്. 120F/P. 120 × F എത്ര? 50 Hz എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 50 Hz മീൻസ് P എത്ര? നമ്പർ ഓഫ് പോൾസ് എത്രയാണ്? 4 ആണ്. സിങ്ക്രണസ് മോട്ടറിൻ്റെ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് = 4 ആണ്. ദാറ്റ് ഈസ് 120 × F/4, that is equal to 30 × 50, that's equal to 1500 RPM. 1500 RPM ആണ് ഇത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 1500 RPM. സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്പീഡ് അത് തന്നെയായിരിക്കും എന്തിൽ വരിക? നമ്മുടെ സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ സ്പീഡിലും വരിക. നെക്സ്റ്റ്, ആസ് ദ ലോഡ് ഓൺ ദ ആൾട്ടർനേറ്റർ ഈസ് വേരിഡ്, ടെർമിനൽ വോൾട്ടേജ് റെഡ്യൂസസ് ഡ്യൂ ടു ഫോളോവിങ് റീസൺസ്. നമുക്കറിയാം, ഒരു ആൾട്ടർനേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല, ലോഡിനനുസരിച്ച് എന്ത് ചെയ്യും? മാറും. അതിന് 3 കാരണങ്ങൾ എന്ന് പറഞ്ഞത് ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടാവും, ആർമേച്ചർ ലീക്കേജ് റിയാക്ടൻസ് ഉണ്ട്, അതുപോലെ ആർമേച്ചർ റിയാക്ടൻസ് ഉണ്ട്. വെച്ചാൽ RA കാരണം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അതേപോലെ XL ലീക്കേജ് റിയാക്ടൻസ് കാരണം ഉണ്ടാവും, അതുപോലെ XA കാരണം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 3 ഡ്രോപ്സ് ആണ് വരുന്നത്, IRA, IXL, അതേപോലെ IXA. 3 കാരണം കൊണ്ട് എന്തുണ്ടാവും? വോൾട്ടേജ് ഡ്രോപ്സ് ഉണ്ടാവും. ഓപ്ഷൻ നോക്കാം. വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു ആർമേച്ചർ റെസിസ്റ്റൻസ് RA കാരണമുണ്ട്, വോൾട്ടേജ് ഡ്രോപ്പ് ടു ആർമേച്ചർ ലീക്കേജ് റിയാക്ടൻസ് XL കാരണമുണ്ട്, വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു ആർമേച്ചർ റിയാക്ടൻസ് XA കാരണമുണ്ട്. അപ്പോൾ 3 ആൻസർ എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് ഇത് റൈറ്റ് ആൻസർ. അതായത് നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജ് കുറയാൻ അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞത് 3 വോൾട്ടേജ് ഡ്രോപ്പ് കാരണമാണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് കാരണം, ആർമേച്ചർ ലീക്കേജ് റിയാക്ടൻസ് കാരണം, അതേപോലെ ആർമേച്ചർ റിയാക്ടൻസ് കാരണം, XA കാരണം എന്തുണ്ടാവും? ഡ്രോപ്സ് ഉണ്ടാവും. നെക്സ്റ്റ്, അറ്റ് UPF ദ എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഇൻ ആൾട്ടർനേറ്റർ. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. UPFൽ ആർമേച്ചർ റിയാക്ഷൻ എഫക്ട് എന്തായിരിക്കും? ക്രോസ് മാഗ്നറ്റൈസേഷൻ. നോക്കേണ്ട കാര്യമൊന്നുമില്ല, ക്രോസ് മാഗ്നറ്റൈസേഷൻ. ലാഗ് ആണെങ്കിൽ ഡീമാഗ്നറ്റൈസേഷൻ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡീമാഗ്നറ്റൈസേഷൻ ലാഗ്, മാഗ്നറ്റൈസേഷൻ ആണെങ്കിൽ ലീഡ്. ഇത് ഏറ്റവും ലേറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ, ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ ആ ലിസ്റ്റിൽ, ഈ എക്സാമിൻ്റെ ലിസ്റ്റിൽ ഞാനുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. At UPF, effect of armature reaction is cross magnetizing. Okay. Next, the ratio of OC voltage to SC current keeping the field excitation constant is called. Okay, എന്താണ്? അതായത് ഫീൽഡ് എക്സൈറ്റേഷൻ IF, OC വോൾട്ടേജ് ഉണ്ട്, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ഉണ്ട്. OC വോൾട്ടേജ് നമ്മൾ വരച്ചു, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരച്ചു. ഒരു ഫിക്സഡ് ഫീൽഡ് കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള OC വോൾട്ടേജ് VOC, കറസ്പോണ്ടിങ് ആയിട്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC. ഓക്കെ, അപ്പോൾ VOC/ISC ആണ് ക്വസ്റ്റ്യൻ. VOC/ISC ആ വാല്യൂ നമ്മൾ എന്താ വിളിച്ചത്? സിങ്ക്രണസ് റിയാക്ട് ഇംപെഡൻസ് ZS. സിങ്ക്രണസ് ഇംപെഡൻസ് ZS. ഓപ്ഷൻ D ആണ് ദ റൈറ്റ് ആൻസർ. ZSൻ്റെ വാല്യൂ VOC/ISC. സിങ്ക്രണസ് റെസിസ്റ്റൻസ് RA അല്ല, സിങ്ക്രണസ് ഇൻഡക്ടൻസും അല്ല, സിങ്ക്രണസ് കപ്പാസിറ്റൻസ് അല്ല, എന്താണ്? സിങ്ക്രണസ് ഇംപെഡൻസ് ZSൻ്റെ വാല്യൂ ആണെന്ത്? VOC/ISC. ഓക്കെ, നെക്സ്റ്റ്, ഹണ്ടിങ് ഓഫ് ആൻ ആൾട്ടർനേറ്റർ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ. എന്താണ് ഹണ്ടിങ് ഒഴിവാക്കാൻ? നമ്മൾ എന്ത് ഇന്നലെ പഠിച്ച സാധനമാണ് എന്ത്? ഡാമ്പർ ബാർ അല്ലേ? ഡാമ്പർ ബാർ, ഡാമ്പിങ് ബാർസ് ഉപയോഗിച്ചിട്ടാണ് ഹണ്ടിങ്ങിന് എന്ത് ചെയ്യുന്നത്? പ്രിവെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, an alternator connected to a 440 volt 50 Hz supply will run at higher speed when the number of poles are.
അതൊരു ആൾട്ടർനേറ്റർ തന്നിട്ടുണ്ട്. 440 വോൾട്ട് 50 ഹെർട്സിൻ്റെ ആൾട്ടർനേറ്ററാണ്. അപ്പോൾ കുറേ നമ്പർ ഓഫ് പോൾസ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അതിൽ ഏത് നമ്പർ ഓഫ് പോൾസിലായിരിക്കും ഹയർ സ്പീഡിൽ കറങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം NS എന്താണ്, ഇക്വേഷൻ 120F/P ആണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ് NS ഈസ് പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് വെച്ചാൽ സിങ്ക്രണസ് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ മാക്സിമം സ്പീഡ് കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് പോൾസ് എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. നമ്പർ ഓഫ് പോൾസ് മിനിമം ആയിരിക്കണം. ഈ ഓപ്ഷനിലെ നമ്പർ ഓഫ് പോൾസ് മിനിമം ഏതാണ്, 2 4 6 8 2. അപ്പോൾ 2 ആണ് റൈറ്റ് ആൻസർ. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് എൻ്റെ ഓപ്ഷൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ 1 2 4 6 1 2 4 6 ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും? നമ്പർ ഓഫ് പോൾസ് മിനിമം ആണോ പറഞ്ഞു. മിനിമം ആണെങ്കിൽ ഏറ്റവും മിനിമം 1 അല്ലേ, അപ്പോൾ 1 ആയിരിക്കും റൈറ്റ് ആൻസർ. അല്ല, കാരണം എന്താ, 2 തന്നെ ആയിരിക്കും. കാരണം നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഒരു ഈവൻ നമ്പറാണ്. ആ കാര്യം കൂടി ആലോചിക്കുക. കാരണം പോൾ എന്ന് പറഞ്ഞാൽ എന്താ, നോർത്ത് സൗത്ത്. ഒരിക്കലും നോർത്ത് പോൾ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ സൗത്ത് പോൾ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഡൈപോളാണ്. നോർത്തും ഉണ്ടാവും സൗത്തും ഉണ്ടാവും, എന്നാൽ മാത്രമേ ഒരു പോളാവുള്ളൂ. ഓക്കെ, ഒരു മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് പോളും വേണം സൗത്ത് പോളും വേണം. അപ്പോൾ 2 പോൾസായി ഇവിടെ. ഡൈപോളായിട്ട് അതിന് നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏറ്റവും കുറവാണ്, പക്ഷെ അതെന്തായിരിക്കണം, ഈവനും ആയിരിക്കണം. അപ്പോൾ 1 എന്ന് പറഞ്ഞുകൊണ്ട് 1 ക്ലിക്ക് ചെയ്യാൻ പോകരുത്, റോങ് ആൻസർ ആണ്. 2 ആണ് ഏറ്റവും മിനിമം വരുന്നത്. പിന്നെ ഒരു ചാൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഓൾട്ടർനേറ്ററിൻ്റെ മാക്സിമം സ്പീഡ് എത്രയായിരിക്കും എന്നുള്ളതാണ്. ഓൾട്ടർനേറ്ററിൻ്റെ മാക്സിമം സ്പീഡ് എത്രയായിരിക്കും? ഓക്കെ, ഇന്ത്യയിലെ റേറ്റഡ് ഫ്രീക്വൻസിയിൽ ഓൾട്ടർനേറ്ററിൻ്റെ മാക്സിമം സ്പീഡ് എത്രയായിരിക്കും? NS എന്താണ്, 120F/P. 120F/P. ഇന്ത്യയിലെ ഫ്രീക്വൻസി എത്രയാണ്? നമ്മൾ റേറ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് 50 ഹെർട്സ് ആണ്. 120 × 50 ഡിവൈഡഡ് ബൈ മാക്സിമം സ്പീഡാണ് ചോദിച്ചത്. മാക്സിമം സ്പീഡ് ആണെങ്കിൽ P എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. പിയുടെ ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ്, 2 ആണ്. അപ്പോൾ 6000/2 എത്രയായിരിക്കും, 3000. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള ആൾട്ടർനേറ്ററിൻ്റെ മാക്സിമം സ്പീഡ്, ഇന്ത്യയിലെ റേറ്റഡ് ഫ്രീക്വൻസിക്കുള്ള മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 3000 RPM ആയിരിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഇൻ എ 3-phase alternator, field current of 100 ampere produces a full load current of 400 ampere on a short circuit and 1730 volt on open circuit. The value of synchronous impedance is. ഓക്കെ, അതായത് സിങ്ക്രണസ് ഇമ്പൾസ് ZS വാല്യൂ ആണ് ചോദിച്ചത്. ZS എന്താണ് വാല്യൂ? ZS VOC/ISC. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ISC. ഓക്കെ, VOC എത്രയാണ്? 3-phase ആൾട്ടർനേറ്റർ. അതൊന്നും നമ്മൾ നോക്കേണ്ടത് 3-phase ആൾട്ടർനേറ്റർ. ഓക്കെ, ഫീൽഡ് കറണ്ട് ഓഫ് 100 ആംപിയർ. 100 ആംപിയർ ഫീൽഡ് കറണ്ടിൽ കിട്ടുന്ന ആർമേച്ചർ കറണ്ട്, അതല്ല ISC എന്ന് പറയുന്നത്. അപ്പോൾ ISC എത്രയാണ്? 400. അപ്പോൾ 100 എഴുതാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ ആൾക്കാരും. അപ്പോൾ നോക്കുക, 100 എന്ന് പറഞ്ഞാൽ ഫീൽഡ് കറണ്ടാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർമേച്ചർ കറണ്ടാണ് ISC. അപ്പോൾ എത്രയാണ്? 400 ആംപിയർ. ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് എത്രയാണ്? 1730. നേരത്തെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ തന്നേക്കുന്ന വാല്യൂ എന്തായിരിക്കും? ലൈൻ വാല്യൂ ആയിരിക്കും. അതിനെന്തേക്ക് മാറ്റാം? റേറ്റ് ഏത് വാല്യൂയിലേക്ക് മാറ്റാം? ഫേസ് വോൾട്ടേജിലേക്ക് മാറ്റാം. അപ്പോൾ 1 പെർ ഫേസ് വോൾട്ടേജ്, ഇത് പെർ ഫേസ് ആണ്, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കുക. VOC/5. അപ്പോൾ 1730 ഡിവൈഡ് ബൈ √3 ഡിവൈഡ് ബൈ 400 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു 2.49 ഓം. ഓപ്ഷൻ ഏതാണ്? 2.5 ഓം. ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ZS VOC/ISC. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ശ്രദ്ധിക്കേണ്ട കാര്യം, VOC എന്ന് പറഞ്ഞത് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, 2.5 ആണ് റൈറ്റ് ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിങ്ക്രണസ് മെഷീൻസിൽ നമുക്ക് ചോദിക്കുന്ന ഈ ഒരു ടൈപ്പ് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സിങ്ക്രണസ് മെഷീൻസിൻ്റെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്